കഥ തുടരുന്നു. കരുളായി. കരിമ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിനിപ്പുറം റോഡിൽ നിന്ന് മാക്സിമം മാറ്റി ബൊലേറോ പാർക്ക് ചെയ്തു. തൻ്റെ തൊപ്പിയെടുത്ത് സീറ്റിലിട്ടു. പിന്നെ പാർക്ക് ലൈറ്റുകൾ പോലും ഓഫ് ചെയ്തിട്ട് അലിയാർ ഇറങ്ങി. വിജനമായിരുന്നു റോഡും പാലവും. അലിയാർ പാലത്തിലൂടെ നടന്ന് ഏതാണ്ട് മധ്യഭാഗത്തെത്തി. പിന്നെ കൈവരിയിൽ പിടിച്ച് പുഴയിലേക്ക് നോക്കി നിന്നു. നേർത്ത നിലാവുണ്ട്. കരിമ്പുഴയിലെ ഓളങ്ങൾ മത്സ്യങ്ങളുടെ ചെകിള പോലെ തിളങ്ങി. ഇടയ്ക്കിടെ ഉയർന്നു നിൽക്കുന്ന മിനുസമേറിയ കരിമ്പാറകൾ. നദിയിൽ നിന്ന് കാറ്റ് വീശി വന്നപ്പോൾ വല്ലാത്തൊരു അനുഭൂതി തോന്നി. അവിടെ നിന്നാൽ കരുളായി വനത്തിൻ്റെ ഭാഗം ഇരുണ്ടതായി കാണാം. അകലെ എവിടെയോ ഒരു കാട്ടാനയുടെ ചിഹ്നം വിളി കേട്ടു. ആനകൾ പുഴ കടന്ന് ഇക്കരെ എത്തുമെന്നും കൃഷികൾ നശിപ്പിക്കാറുണ്ടെന്നും അയാൾക്കറിയാം. ആനകളെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല അലിയാർക്ക്. അവയുടെ ആവാസ കേന്ദ്രങ്ങളും ആനത്താരകളുമടക്കം മനുഷ്യൻ കയ്യേറിയപ്പോൾ അവറ്റകൾ പിന്നെ എങ്ങോട്ട് പോകാൻ? തങ്ങളുടെ പ്രതിഷേധം അവ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. അലിയാർ വീണ്ടും മുന്നോട്ട് നടന്നു. ഇടതുഭാഗത്ത് അകലെയായി ബലഭദ്രൻ തമ്പുരാൻ്റെ വീടിനു മുന്നിലെ വെളിച്ചം കണ്ടു. പയസ് തമ്പുരാനെ വധിക്കാനാണ് വന്നതെങ്കിൽ ഇനിയും അത്തരം അറ്റംപ്റ്റുകൾ ഉണ്ടായിക്കൂടുന്നില്ല. അലിയാർക്ക് അങ്ങനെ തോന്നി. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. അയാൾ പാലത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. ഒരു ബൈക്കിൻ്റെ ശബ്ദം. അലിയാർ കലിങ്കലിനോട് ചേർന്ന് കുനിഞ്ഞിരുന്നു. ബൈക്ക് പാഞ്ഞുപോയി. അയാൾ ബാലഭദ്രൻ തമ്പുരാൻ്റെ വീടിന് നേർക്ക് നടന്നു, വൃക്ഷങ്ങളുടെ നിഴലിലൂടെ. പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം. അലിയാർ വെട്ടിത്തിരിഞ്ഞു. തൻ്റെ തൊട്ടുപിന്നിൽ വൃക്ഷത്തലപ്പിൻ്റെ നിഴലിൽ ഇരുൾ കട്ട പോലെ ഒരാൾ. അലിയാർ ഒന്ന് ഞെട്ടി. അതിശീഘ്രം അരയിലെ തുകൽ ബെൽറ്റിലേക്ക് കൈ നീങ്ങി. പക്ഷേ പിസ്റ്റൾ എടുക്കുവാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് ഒരു കൂർത്ത സാധനം നെഞ്ചിൽ വന്നു മുട്ടി. അലിയാർ നിശ്ചലനായി. അയാളുടെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന രൂപത്തെ അടിമുടി ഒഴിഞ്ഞു. തന്നേക്കാൾ അല്പം കൂടി പൊക്കമുണ്ട്, ശരീരപുഷ്ടിയും. അയാൾ ഒരു വില്ല് കുലച്ചു പിടിച്ചിരിക്കുകയാണെന്നും അമ്പാണ് തൻ്റെ നെഞ്ചിൽ മുട്ടിയിരിക്കുന്നതെന്നും നടുക്കത്തോടെ അലിയാർ അറിഞ്ഞു. ആരാ നീ? അലിയാർ ഭീതി പുറത്ത് കാണിക്കാതെ തിരക്കി. മിണ്ടണ്ട. മിണ്ടിയാൽ പയസിൻ്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരു കാട്ടുമൃഗത്തിൻ്റെ മുരൾച്ച പോലെയുള്ള ശബ്ദം. ഇത്രയും സെക്കൻഡുകളെങ്കിലും നീ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം നീതിമാനായ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് മാത്രമാണ്. നിന്റെ നഷ്ടം ഈ നാടിന് തന്നെ നഷ്ടമാകും. അതുകൊണ്ട് പോ. ഇവിടെ നടന്നതത്രയും മനസ്സിൽ തന്നെ വച്ചോളൂ. ഇനി എന്നെ തേടി വരരുത്. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം തരാൻ ഞാൻ. മരണമാണ് ഞാൻ. അലിയാർ ശബ്ദിച്ചില്ല. അവിടെ നിന്ന് അനങ്ങിയതുമില്ല. താൻ പ്രതികരിച്ചാൽ ഈ അമ്പ് തൻ്റെ ഹൃദയത്തെ തുളച്ചു നിരിക്കും. പോ. അയാൾ പിന്നെയും പറഞ്ഞു. പോകാം. അതിനു മുമ്പ് നീ ആർക്കു വേണ്ടിയാണ് ഇവിടെ കാവൽ നിൽക്കുന്നതെന്ന് പറയണം. അലിയാർ ചുണ്ടനക്കി. എനിക്ക് വേണ്ടി തന്നെയാണെന്ന് കരുതിക്കോ. ഇനിയൊന്നും ചോദിക്കരുത്. അലിയാർ തലയാട്ടി. നീ ഈ അമ്പ് മാറ്റാതെ ഞാനെങ്ങനെ പോകും? അയാൾ 2 ഇഞ്ചോളം അമ്പ് പിന്നോട്ട് മാറ്റി. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മടങ്ങാനായി അലിയാർ 3 അടി നടന്നു. അലിയാരിൽ മാത്രമായിരുന്നു ആ മനുഷ്യൻ്റെ ശ്രദ്ധ. ഒരു കാര്യം കൂടി. പിന്നിൽ നിന്ന് ശബ്ദം വന്നു. പോകും വഴിക്ക് പിസ്റ്റൾ എടുത്ത് എനിക്ക് നേരെ നിറയൊഴിക്കാം എന്ന് കരുതിയേക്കരുത്. നിങ്ങളുടെ ബുള്ളറ്റിനേക്കാൾ റേഞ്ചുണ്ട് എൻ്റെ അമ്പിന്, വേഗവും. നിങ്ങൾ പിസ്റ്റൾ എടുക്കും മുമ്പ് ഞാൻ അമ്പയക്കും. എനിക്കൊരിക്കലും ലക്ഷ്യം പിഴക്കില്ല. അലിയാർ ഒരടി കൂടി മുന്നോട്ട് വെച്ചു. ശേഷം മിന്നൽ വേഗത്തിൽ താഴേക്കിരുന്നതും വലതുകാൽ കൊടുവാൾ പോലെ വീശിയടിച്ചതും ഒന്നിച്ചായിരുന്നു. കാൽപ്പത്തി വന്നുകൊണ്ടത് ആ മനുഷ്യൻ്റെ കാൽമടക്കിൽ. ഹാ! അസ്പഷ്ടമായ ഒരു ശബ്ദം. അയാളുടെ കയ്യിൽ നിന്ന് അമ്പിൻ്റെ പിടിവിട്ടു. കുലച്ചു പിടിച്ചിരിക്കുകയായിരുന്നതിനാൽ ഒരു സീൽക്കാരത്തോടെ അത് മണ്ണിൽ തറഞ്ഞു. അതിൻ്റെ പിൻഭാഗം നിന്ന് വിറച്ചു. അയാൾ കാലുകൾ മടങ്ങി പിന്നോട്ട് കൈക്കുത്തിയിരുന്നു പോയി. ആ ക്ഷണം അലിയാർ അയാളുടെ നെഞ്ചിലേക്ക് പറന്നു വീണു. അയാളെ തറയിൽ അമർത്തി നെഞ്ചിൽ കുത്തിയിരുന്നു. പിന്നെ മിന്നൽ പോലെ പിസ്റ്റൾ വലിച്ചെടുത്ത് അയാളുടെ തിരുനെറ്റിയിൽ കുത്തി അമർത്തി. നിന്റെ അമ്പിന് എൻ്റെ തലയോട് തകർക്കാനുള്ള ശക്തി കാണില്ല. പക്ഷേ എൻ്റെ ബുള്ളറ്റിന് അത് സാധിക്കും. കാണണോ? അയാൾ മിണ്ടിയില്ല. അലിയാർ പിസ്റ്റൾ അയാളുടെ പുരികൾക്ക് മധ്യത്തിലൂടെ മൂക്കിൻ തുമ്പിലൂടെ ഉരസി ചുണ്ടിലെത്തിച്ചു. പിന്നെ ഒറ്റത്തള്ള്. പല്ലുകളെ ഉരസി പിസ്റ്റൾ അകത്തേക്ക് കയറി. ഇത്തവണ ഞെട്ടിയത് അയാളാണ്. അറിയാതെ എങ്ങാനും അലിയാരുടെ കൈവിരൽ ട്രിഗറിൽ അമർന്നു പോയാൽ തൻ്റെ തലയോടിൻ്റെ പിൻഭാഗം ഉൾപ്പെടെ അമർന്നു തെറിക്കും. നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയത്? ഒരുത്തൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഭയക്കുന്നവനെന്നോ? അലിയാർ അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. കമിഴ്ന്ന് കിടക്കടാ. വായിൽ നിന്ന് വലിച്ചെടുത്ത പിസ്റ്റൾ അലിയാർ അയാളുടെ കവിളിലൂടെ ഉരസുകയും അല്പം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുകയും ചെയ്തു. അയാൾ മെല്ലെ കമിഴ്ന്നപ്പോൾ പിസ്റ്റൾ ശിരസിന് പിന്നിൽ മുട്ടിച്ചു. ഇനി നിന്റെ കൈകൾ പിറകോട്ട് കൊണ്ടുവാ. ഒരു കൈകൊണ്ട് അലിയാർ അയാളുടെ കൈകൾ പിന്നിലെത്തിച്ചു. തുടർന്ന് കൈപ്പത്തികൾക്കിടയിലൂടെ നട്ടലിന് പുറത്ത് പിസ്റ്റൾ കുത്തി. പിന്നെ കരുതലോടെ പോക്കറ്റിൽ നിന്ന് ഹാൻഡ് കഫ് വലിച്ചെടുത്തു. ഒറ്റ കൈകൊണ്ട് അയാളുടെ ഇടം കൈയിൽ മുറുക്കുകയും
ക്ഷണനേരത്തേക്ക് പിസ്റ്റൾ മാറ്റിയിട്ട് അയാളുടെ വലം കൈയിലും മുറുക്കിയ ശേഷം എഴുന്നേറ്റു. തറയിൽ നിന്ന് അയാളുടെ അമ്പും വില്ലും എടുത്തു. ഇനി എഴുന്നേൽക്കടാ, അലിയാർ കൽപ്പിച്ചു. എന്നാൽ കൈകൾ പിന്നിൽ കെട്ടിയിരുന്നതിനാൽ അയാൾക്ക് ആയില്ല. CI തന്നെ അയാളെ വലിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തി. ഇനി നടന്നോ. ഓടാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നിന്റെ 2 കാലുകളും ഞാൻ വെടിവെച്ച് തകർക്കും. ഇതൊന്നും സഹിക്കാൻ പറ്റാത്തതുപോലെ അയാൾ തലക്കുടഞ്ഞുകൊണ്ടിരുന്നു. ഇരുവരും റോഡിലെത്തി. അടുത്ത നിമിഷം ആ അപരിചിതൻ്റെ ഫോൺ ശബ്ദിച്ചു. CI കൈനീട്ടി അവൻ്റെ പോക്കറ്റിൽ നിന്ന് അതെടുത്തു. ഡിസ്പ്ലേക്ക് നോക്കി. അമ്പരന്ന് പോയി അലിയാർ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കാളായിരുന്നു അത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്കും ആ മനുഷ്യൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി CI അലിയാർ. അയാളുടെ മുഖം കടലാസ് പോലെ വിളർന്നത് നിലാവെളിച്ചത്തിലും അലിയാർ തിരിച്ചറിഞ്ഞു. ഞാൻ കോൾ എടുക്കാൻ പോകുക. നിന്റെ നാവിൽ നിന്ന് ഒരു ശബ്ദമെങ്കിലും പുറത്തു വന്നാൽ പിന്നെ നീയില്ല. കൊന്ന് ഈ കരിമ്പുഴയിലേക്ക് വലിച്ചെറിയും ഞാൻ, പറഞ്ഞുകൊണ്ട് അലിയാർ അയാളെ പാലത്തിൻ്റെ കൈവരിയിലേക്ക് അമർത്തി. അയാളുടെ അരക്കെട്ടിന് മുകൾ ഭാഗം പാലത്തിനപ്പുറത്തെ ശൂന്യതയിലേക്ക് ആകത്തക്ക വിധത്തിൽ കാലുയർത്തി പുറത്ത് ചവിട്ടിപ്പിടിച്ചു. ശേഷം റിസീവിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് കാതിൽ അമർത്തി. എന്തടാ, ഫോൺ എടുക്കാൻ ഇത്രയും താമസം? അപ്പുറത്തു നിന്ന് അലിയാർ കേട്ടുപരിചയമുള്ള ഒരു ശബ്ദം കേട്ടു. ചോണഞ്ഞെറുമ്പുകൾ ശരീരമാകെ എഴുന്നതുപോലെ അലിയാർ ഒന്ന് പുളഞ്ഞു. പക്ഷേ മിണ്ടിയില്ല. അപ്പുറത്തു നിന്ന് ശകാരവർഷം തുടർന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 1 മിനിറ്റോളം. അവസാനം പറഞ്ഞു നിർത്തിയതിങ്ങനെ. നീ മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. അലിയാർ അവനെ തീർത്തിരിക്കണം. അല്ലെങ്കിൽ രഹസ്യത്തിൻ്റെ കുഴിമാടം മാന്തിപ്പൊളിച്ച് അവൻ വരും, എനിക്കുറപ്പാണ്. ഇപ്പം തന്നെ അവന് എന്നെക്കുറിച്ച് ചില സംശയങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. മനസ്സിലായോ? നിനക്ക് ഞാൻ തരുന്ന ഡെഡ് ലൈൻ 24 മണിക്കൂർ. അതിനുള്ളിൽ അവൻ്റെ ഖബറടക്കം നടന്നിരിക്കണം. കാൽ മുറിഞ്ഞു. അലിയാറിൻ്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അത് ഒന്നു ചേർന്ന് താഴേക്ക് ഒഴുകി. അയാളുടെ ഫോൺ തൻ്റെ പോക്കറ്റിൽ തിരികിയിട്ട് അയാളുമായി അലിയാർ ബൊലേറോയ്ക്ക് നേരെ നടന്നു. വടക്കേ കോവിലകം നല്ല ഉറക്കത്തിലായിരുന്നു കിടാക്കന്മാർ. ചന്ദ്രകലയും പ്രജീഷും ഉറങ്ങാറുണ്ടായിരുന്ന മുറിയിലായിരുന്നു ഇരുവരും. പെട്ടെന്ന് ആരോ വാതിലിൽ തട്ടി. ഇരുവരും ഞെട്ടിയുണർന്നു. പരിസരബോധം വീണ്ടും കിട്ടുവാൻ അല്പസമയമെടുത്തു. ചേട്ടാ! ഇരുട്ടിൽ ശ്രീനിവാസക്കിടാവ് അനുജൻ ശേഖരൻ്റെ പതിഞ്ഞ ശബ്ദം കേട്ടു. അയാൾ ഒന്ന് മൂളി. വാതിൽ തുറക്കണോ? പുറത്ത് പോലീസാണെങ്കിലോ? പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല കിടാവിന്. വാതിൽ തട്ട് തുടരുകയാണ്. അനുനിമിഷം അതിന് ശക്തി കൂടി വന്നു. ഇപ്പോൾ വാതിൽ പൊളിഞ്ഞു വീഴും എന്ന് തോന്നി. ഇരുവരും കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ആ നിമിഷം നടുത്തളത്തിൽ ലൈറ്റ് തെളിഞ്ഞെന്ന് മനസ്സിലായി. താക്കോൽ പഴുതിലൂടെ കടന്നു വന്ന വെളിച്ചം ഒരു പൊട്ടായി എതിർഭാഗത്തെ ഭിത്തിയിൽ തറഞ്ഞു നിന്നു. ശേഖരൻ എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് നീങ്ങി. താക്കോൽ പഴുതിലൂടെ പുറത്തേക്ക് നോക്കി. അടുത്ത സെക്കൻഡിൽ അയാൾ ഞെട്ടി. പിന്നാക്കം മാറി. നടുത്തളത്തിൽ അസംഖ്യം ആളുകൾ, കരിമ്പടം പുതച്ചവർ. നിങ്ങൾ വാതിൽ തുറക്കുന്നുണ്ടോ അതോ ഞങ്ങൾ പൊളിക്കണോ? പുറത്ത് കല്ലുകൾ കൂട്ടി ഒരസും പോലെ ഒരു ശബ്ദം. കിടാക്കന്മാർ അടിമുടി വിറച്ചു. പുറത്ത് അട്ടഹാസങ്ങളും പൊട്ടിച്ചിരികളും. കോവിലകത്തെ നിധി എടുത്തുകൊണ്ട് പോകുവാൻ വന്നിരിക്കുകയാണ് അല്ലേ? നിങ്ങൾ എടുക്കത്തുമില്ല, കൊണ്ടുപോകത്തുമില്ല. ഇനി ഇവിടെ തന്നെ നിങ്ങളുടെ അന്ത്യം. വാക്കുകൾക്ക് അലറിച്ചിരികളുടെ അകമ്പടി. തങ്ങൾക്ക് ശ്വാസം വിങ്ങുന്നത് പോലെ തോന്നി കിടാക്കന്മാർക്ക്. പുറത്തുള്ളവർ വാതിൽ പൊളിച്ച് അകത്തേക്ക് വരികയോ തങ്ങൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുകയോ ചെയ്താൽ ഫലം ഒന്നുതന്നെയാകും, തങ്ങളുടെ അന്ത്യം. ഏതായാലും വാതിൽ തുറക്കുന്നില്ല എന്ന് തന്നെ അവർ തീരുമാനിച്ചു. പിന്നെയും കുറേ നേരം വാതിലിൽ തട്ടുന്നതും അട്ടഹാസങ്ങളും തുടർന്നു. ശേഷം എപ്പോഴോ ശബ്ദങ്ങൾ നിലച്ചു. ലൈറ്റുകൾ അണഞ്ഞു. ആ രാത്രി പിന്നീട് കിടാക്കന്മാർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരം പുലർന്നു. സംശയത്തോടെ ശേഖരൻ വാതിൽപ്പാളി അല്പം തുറന്ന് പുറത്തേക്ക് തലനീട്ടി. അവിടെയെങ്ങും ആരുമില്ല. അയാൾ ശ്രീനിവാസക്കിടാവിനോട് വിവരം പറഞ്ഞു. തുടർന്ന് വാതിൽ പൂർണ്ണമായും തുറന്നു. തലേന്ന് അവിടെ അത്രയും ആളുകൾ ഉണ്ടായിരുന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഇനി ഒക്കെ നമ്മുടെ തോന്നലായിരുന്നോ? കിടാവ് അനുജനെ നോക്കി. അങ്ങനെയെങ്കിൽ നമുക്ക് 2 പേർക്കും ഒരുപോലെ തോന്നുമോ? അത് ശരിയാണല്ലോ. ഇരുവരും കോവിലമാകെ നടന്നു നോക്കി. എന്നാൽ ഒരിടത്തും ആരുമില്ല. ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണ്, എനിക്കുറപ്പാ ചേട്ടാ. ഇതൊക്കെ പ്രേതത്തിൻ്റെ വിളയാട്ടം തന്നെ. എടുക്കാനുള്ളത് എടുത്തുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്തു ചാടണം, അല്ലെങ്കിൽ പേടിച്ച് ചത്തുപോകും നമ്മൾ. ശ്രീനിവാസക്കിടാവിനും അതേ അഭിപ്രായമായിരുന്നു. പക്ഷേ പ്രജീഷും ചന്ദ്രകലയും വരാതെ? അവർ വരുമ്പോഴേക്കും നമുക്ക് എല്ലാം ശേഖരിച്ച് വയ്ക്കാമല്ലോ. അനുജൻ്റെ അഭിപ്രായത്തോട് ശ്രീനിവാസക്കിടാവും യോജിച്ചു. അന്ന് രാത്രി കല്ലറകൾ തുറക്കുവാൻ അവർ തീരുമാനിച്ചു. കല്ലറകൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ എത്തിച്ച കമ്പിപ്പാരയും മറ്റു ഉപകരണങ്ങളും എടുത്ത് കിടാക്കന്മാർ നിലവറയുടെ ഒരു ഭാഗത്ത് വെച്ചു. യശോധരൻ്റെ ശവം നിക്ഷേപിച്ച കല്ലറയിൽ നിന്ന് നേരിയ തോതിൽ ദുർഗന്ധം പുറത്തേക്ക് വന്നു തുടങ്ങിയിരുന്നു. ഇനി ഓരോ നിമിഷം കഴിയും തോറും ഇതിൻ്റെ നാറ്റം കൂടും. അതിനു മുൻപ് എല്ലാം എടുത്തിട്ട് ഇവിടെ നിന്ന് മാറണം, ശ്രീനിവാസക്കിടാവ് പറഞ്ഞു. അനുജൻ ശേഖരനും അത് സമ്മതിച്ചു. ഇരുവരും നിലവറയിൽ നിന്നിറങ്ങി. രാത്രിയിൽ നമുക്ക് വെളിച്ചം വേണ്ടേ? നിലവറയ്ക്കുള്ളിലൊന്നുമില്ല, ശേഖരൻ ഓർമ്മപ്പെടുത്തി. നമ്മൾ ഇന്നലെ കിടന്ന മുറിയിൽ എമർജൻസി ലാമ്പ് കണ്ടിരുന്നു.
കിടാവ് അങ്ങോട്ട് നടന്നു. അലമാരിയിൽ എമർജൻസി ലാമ്പ് കണ്ടു. അതിന് പക്ഷേ വെളിച്ചം തീരെ കുറവായിരുന്നു. കിടാവ് അത് ചാർജ് ചെയ്യുവാൻ വെച്ചു. ഒപ്പം തന്നെ ഇരുവർക്കും വല്ലാതെ വിശക്കാൻ തുടങ്ങിയിരുന്നു. അവർ അടുക്കള പരിശോധിച്ചു. അതിനുള്ളിൽ ഗോതമ്പ് പൊടി ഒരു ഡപ്പയിൽ അടച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. പഞ്ചസാരയും തേയിലയും മറ്റ് അത്യാവശ്യ വസ്തുക്കളും ശേഖരിച്ചിരുന്നത് അടുക്കളയിലെ ഷെൽഫിലുണ്ടായിരുന്നു. സ്റ്റോറിൽ തേങ്ങയും. ശേഖരൻ ഗോതമ്പ് പൊടി കുഴച്ചു. എന്നിട്ട് അത് ഉരുളകളാക്കി അതിൽ തേങ്ങാപ്പീരയും പഞ്ചസാരയും മിക്സ് ചെയ്ത് കൊഴുക്കട്ടയുണ്ടാക്കി ഒരു പാത്രത്തിൽ ഗ്യാസ് സ്റ്റവിൽ വെച്ചു. എത്രയും വേഗം ഒന്ന് രാത്രിയായാൽ മതിയെന്നേ ഉള്ളായിരുന്നു ഇരുവർക്കും. ആൾതാമസമില്ലാത്ത കോവിലകമായതിനാൽ പകൽ നേരത്ത് കല്ലറ പൊളിച്ചാൽ വല്ല പശുവിനെ മേയ്ക്കാൻ എത്തുന്നവരും കേട്ടാലോ. അതിനാലാണ് പണി രാത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ കഴിഞ്ഞ രാത്രിയിലേതുപോലെ പ്രേതങ്ങൾ വന്നാലോ എന്നൊരു ഭീതിയും ഉണ്ടായിരുന്നു കിടാക്കന്മാർക്ക്. ബലഭദ്രൻ തമ്പുരാൻ്റെ വീടിനരികിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തയാളിനെ CI അലിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. പകരം തൻ്റെ ക്വാർട്ടേഴ്സിലാണ് എത്തിച്ചത്. ഒരു വീടായിരുന്നു ക്വാർട്ടേഴ്സായി ഉപയോഗിച്ചിരുന്നത്. അകത്തെ മുറിയിൽ വച്ച് നേരം പുലരുവോളം അയാളെ ചോദ്യം ചെയ്തു. അയാളുടെ പേര് രഘുവരൻ. കറത്തീർന്ന ക്രിമിനൽ. പാലക്കാട് സ്വദേശിയാണ്. അയാളിൽ നിന്ന് പുറത്തു വന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സത്യങ്ങൾ. താൻ കരുതിയതുപോലെ വടക്കേ കോവിലകത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ ഇനിയും ആർക്കും പിടികൊടുക്കാതെ വിലസുന്നു എന്ന സത്യം അതോടെ അലിയാർക്ക് ബോധ്യപ്പെട്ടു. ആരും സംശയിക്കാത്ത ഒരാൾ. കാര്യം ഇതൊക്കെയാണെങ്കിലും രഘുവരൻ പറഞ്ഞത് മുഴുവനും മുഖവിലേക്ക് എടുത്തിട്ടില്ല അലിയാർ. സ്വന്തം രക്ഷയ്ക്കായി അയാൾ കുറേ കള്ളങ്ങൾ പറഞ്ഞതാണോ എന്ന സംശയവും അലിയാർക്ക് ബാക്കിയുണ്ടായിരുന്നു. നേരം പുലർന്നതോടെ ഒരു കട്ടിലിൻ്റെ ക്രാസിയിൽ അയാളുടെ കൈകൾ ചേർത്ത് ബന്ധിക്കുകയും വായ്ക്ക് മുകളിൽ വീതിയേറിയ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയും ചെയ്തു അലിയാർ. ഇനിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യൽ അടുത്ത രാത്രിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. രഘുവരൻ്റെ ഫോണിലേക്ക് പിന്നെയും പലതവണ കാളുകൾ വന്നിരുന്നു. അവസാനം അലിയാർ അത് സ്വിച്ച് ഓഫ് ചെയ്തു. സ്റ്റേഷനിലിരിക്കുമ്പോഴും താൻ അറിയാത്ത നടക്കുന്ന സത്യങ്ങളായിരുന്നു അലിയാറുടെ മനസ്സിൽ. എല്ലാ തെളിവുകളോടും കൂടിയേ തനിക്ക് യഥാർത്ഥ വില്ലനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയൂ. ഈ സത്യങ്ങൾ SP ഷാജഹാനുമായി പങ്കുവച്ചാലോ എന്ന് ചിന്തിച്ചെങ്കിലും തൽക്കാലം അത് വേണ്ടെന്ന് അലിയാർ തീരുമാനിച്ചു. ഇതേ സമയം ഹാഫ് ഡോറിൽ മുട്ടിയിട്ട് SI സുകേഷ് കടന്നു വന്നു. എന്താടോ? അലിയാർ ചിരിക്കാൻ ശ്രമിച്ചു. സോറി സാർ, ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതി. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. സാറിനൊരു മൂഡൗട്ട് പോലെ. ശരിയാടോ, നല്ല സുഖം തോന്നുന്നില്ല. കിടാക്കന്മാരെ കണ്ടെത്താതെ എങ്ങനെ എനിക്ക് സ്വസ്ഥതയുണ്ടാകും? ഒക്കെ ശരിയാകും സാർ, സുകേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അവർ നമ്മുടെ കയ്യിൽ തന്നെ വന്നു വീഴും. അലിയാർ ഒന്ന് മൂളി. ബാംഗ്ലൂർ ലോഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നു ചന്ദ്രകലയും പ്രജീഷും. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇരുവരും അല്പം മയങ്ങി. വരുന്ന രാത്രിയിൽ തങ്ങൾ ഇവിടം വിടുകയാണ്. എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട് പ്രജീഷേ, ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ്. ചന്ദ്രകല പ്രജീഷിൻ്റെ കഴുത്തിൽ കൈചുറ്റി അയാളോട് ചേർന്ന് നിന്നു. സ്ത്രീയുടേതായ ഒരു ഉന്മത്ത ഗന്ധം തന്നെ പൊതിയുന്നത് പ്രജീഷ് അറിഞ്ഞു. എന്താണത്? അയാൾ അവളുടെ നനഞ്ഞ ചുണ്ടുകളിലേക്ക് നോക്കി. ആ പെണ്ണില്ലേ, ഇന്നലെ നമ്മൾ കണ്ട ബലഭദ്രൻ തമ്പുരാൻ്റെ മകൾ? അതെ. പ്രജീഷിന് കാര്യം മനസ്സിലായില്ല. എത്ര സുന്ദരിയാ അവൾ അല്ലേ? ആ, അതിന് നമ്മുടെ ശത്രുവിൻ്റെ മകൾക്ക് അങ്ങനെ സൗന്ദര്യം വേണോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരടി തമ്പുരാന് കൊടുക്കാൻ പറ്റിയ ഇരയാണ് അവൾ. പ്രജീഷിൻ്റെ നെറ്റി ചുളിഞ്ഞു. എങ്ങനെ? ചന്ദ്രകല അല്പം കൂടി അയാളിലേക്ക് അമർന്നു നിന്നുകൊണ്ട് മന്ത്രിച്ചു. ഞാൻ പറയുന്നത് പോലെ പ്രജീഷ് ചെയ്യണം. എങ്ങനെ? ചന്ദ്രകലയെ തന്നിൽ നിന്ന് അല്പം അകറ്റി പ്രജീഷ് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ പകയുടെ 2 കുഞ്ഞു സർപ്പങ്ങൾ പുളയുന്നത് അയാൾ കണ്ടു. അവൾ ചുണ്ടനക്കി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നും അവളും കാമുകനും വരും ലാൽബാഗിൽ. അവിടെ വെച്ച് ചന്ദ്രകല തൻ്റെ ആശയം വിശദീകരിച്ചു. പ്രജീഷിൻ്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. അവസാനം അത് അമ്പരപ്പായി. അങ്ങനെയൊക്കെ നടക്കുമോ കല? നടക്കണം, നടത്തണം. ചന്ദ്രകലയുടെ വാക്കുകൾ കല്ലിച്ചു. അവൾ പല്ലിഞ്ഞിരിക്കുന്ന ശബ്ദം അയാൾ കേട്ടു. ഞാൻ ശ്രമിക്കാം. എന്നാലും അത്രയും തിരക്കുള്ള പാർക്കാകുമ്പോൾ. പ്രജീഷ് പകുതിക്ക് നിർത്തി. തിരക്കുള്ള സ്ഥലങ്ങളാണ് അനുയോജ്യം. ആദ്യത്തെ സ്തംഭനാവസ്ഥയിൽ നിന്ന് മറ്റുള്ളവർ ഉണരും മുമ്പ് രക്ഷപ്പെടണം. ഓടിക്കൂടുന്ന ആളുകൾക്ക് ഇടയിലൂടെ രക്ഷപ്പെടുക എളുപ്പമാണ്. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞേ അവർ അത് ചെയ്തവരെ തിരക്കൂ. അപ്പോഴും പ്രജീഷിന് സന്ദേഹം. അവിടെ CCTV ക്യാമറകളുണ്ടെങ്കിൽ? കൂസലേന്യെ ചന്ദ്രകല പ്രതികരിച്ചു. ഉണ്ടെങ്കിലെന്താ, നമ്മൾ ഈ രാത്രി ഇവിടം വിടില്ലേ? പ്രജീഷ് തലയാട്ടി. സന്ധ്യയ്ക്ക് മുൻപ് തന്നെ പ്രജീഷും ചന്ദ്രകലയും ലാൽബാഗിലെത്തി. ആദ്യം എല്ലായിടത്തും ഒന്ന് നടന്നു നോക്കി. ബലഭദ്രൻ തമ്പുരാൻ്റെ മകളെ കണ്ടില്ല. ഗേറ്റ് കടന്നു വരുന്നവരെ കാണത്തക്ക വിധത്തിൽ ഒരു സിമൻറ്റ് ബെഞ്ചിലിരുന്നു ഇരുവരും. പ്രജീഷിൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. പാർക്കിൽ ലൈറ്റുകൾ തെളിഞ്ഞു. പെട്ടെന്ന് പുറത്ത് ഒരു സ്പോർട്സ് ബൈക്ക് വന്നു നിന്നു. ഒരു യുവാവും യുവതിയുമായിരുന്നു അതിൽ. ആദ്യം ബൈക്കിൽ നിന്നിറങ്ങിയ യുവതി ഹെൽമറ്റ് ഊരിയിട്ട് തലയൊന്ന് കുടഞ്ഞു. അവളുടെ മുടിയിഴകൾ വെള്ളച്ചാട്ടം പോലെ ഒന്നനങ്ങി. ബലഭദ്രൻ തമ്പുരാൻ്റെ മകളായിരുന്നു അത്. ദേവനന്ദ. കറുത്ത ചുരിദാറായിരുന്നു വേഷം. ആ വേഷത്തിൽ അവളുടെ പുറത്തു കാണുന്ന ശരീരഭാഗങ്ങൾ ചന്ദനം പുരട്ടിയതുപോലെ തോന്നിച്ചു. തലേന്ന് അവൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് തന്നെയായിരുന്നു അത്. മൗലി, ദേവനന്ദ വിളിച്ചു. ചന്ദ്രമൗലി തിരിഞ്ഞു.
എനിക്ക് ഐസ്ക്രീം വേണം. അതിനെന്താ, അകത്തേക്ക് ചെല്ലട്ടെ. ഇരുവരും ഗേറ്റ് കടന്നതും ചന്ദ്രകലയുടെ കണ്ണിൽപ്പെട്ടു. അവൾ പ്രജീഷിനൊന്ന് തോണ്ടി. അയാളും അവരെ കണ്ടു. ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് ചന്ദ്രമൗലിയും ദേവനന്ദയും തിരക്കൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് നടന്നു. ചെല്ല്, ചന്ദ്രകല പ്രജീഷിനോട് പറഞ്ഞു. അയാൾ സിമന്റ് ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. ചുറ്റുപാട് ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ നീങ്ങി. ചന്ദ്രകല മെല്ലെ പാർക്കിങ്ങിന് പുറത്തേക്ക് നടന്നു. ചെടികളുടെ നിഴൽ വീണുകിടക്കുന്ന ഒരു മരച്ചോട്ടിൽ ദേവനന്ദയും ചന്ദ്രമൗലിയും ഇരുന്നു. രണ്ട് ഇണപ്രാവുകളെപ്പോലെ പരസ്പരം ചേർന്നിരുന്ന് അവർ ഐസ്ക്രീം കഴിച്ചു. ദേവേ, ചന്ദ്രമൗലി മെല്ലെ വിളിച്ചു. അവൾ ഈണത്തിൽ മൂളിക്കേട്ടു. നീ തമ്പുരാട്ടുകുട്ടിയല്ലേ? നിന്റെ വീട്ടുകാർ നമ്മുടെ കാര്യം അറിഞ്ഞാൽ? അവർ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ പോരും, അത്ര തന്നെ. പറഞ്ഞതും അവൾ അവനെ കെട്ടിപ്പിടിച്ച കവളിൽ അമർത്തി ചുംബിച്ചു. ഒരു കെട്ട് മുല്ലപ്പൂ തന്നിലേക്ക് അമർന്നതുപോലെയാണ് അവന് തോന്നിയത്. അടുത്ത നിമിഷം മരത്തിന് പിന്നിൽ പ്രജീഷ് പ്രത്യക്ഷപ്പെട്ടു. കയ്യിലിരുന്ന പൊതി അഴിച്ചിരുന്നു പ്രജീഷ്. അതിൽ ഒരു ചുവന്ന ഹിറ്റിൻ്റെ ബോട്ടിലായിരുന്നു. നീ ഇവൻ്റെ കൂടെ പോകും അല്ലേടി? പതിഞ്ഞതെങ്കിലും അയാളുടെ അമർത്തിയ ചോദ്യം കേട്ട് ഇരുവരും ഒന്ന് ഞെട്ടി. ദേവനന്ദ ചന്ദ്രമൗലിയെ വിട്ട് ചാടി എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. അതിനു മുമ്പ് പ്രജീഷ് അവളുടെ മുഖത്തേക്കും മുടിയിലേക്കും ഹിറ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഹാ! കണ്ണിലെ അസഹ്യമായ നീറ്റലിലും ഹിറ്റിൻ്റെ തുളഞ്ഞിറങ്ങുന്ന ഗന്ധത്തിലും ദേവനന്ദ പുളഞ്ഞുപോയി. ആ ക്ഷണം പ്രജീഷ് ബോട്ടിൽ വലിച്ചെറിഞ്ഞ് ഒരു തീപ്പെട്ടി എടുത്തതും കൊള്ളിയൊരിച്ച് അവൾക്ക് നേരെ എറിഞ്ഞതും ഒന്നിച്ചായിരുന്നു. ഭൂം! ഒരാളിക്കത്തൽ. പ്രജീഷ് മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി. ദേവനന്ദയുടെയും ചന്ദ്രമൗലിയുടെയും അലർച്ച ലാൽബാഗിൽ മുഴങ്ങി. നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയവർ വിറച്ചുപോയി. ശിരസ് തീപ്പന്തമായ ഒരു രൂപം. അത് ദിക്കറിയാത്ത പോലെ അങ്ങങ്ങ് പാഞ്ഞു നടക്കുന്നു. സെക്യൂരിറ്റിക്കാരും ജനങ്ങളും ഓടിയെടുത്തു. ഈ നേരം കൊണ്ട് പ്രജീഷ് പാർക്കിന് പുറത്തെത്തിയിരുന്നു. അവിടെ കാത്തു നിൽക്കുന്ന ചന്ദ്രകലയെയും കൂട്ടി ഒന്നും അറിയാത്ത പോലെ നടന്നുപോയി. അവർ ലോഡ്ജിലെത്തി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെൽഫോൺ ശബ്ദിച്ചു. തങ്ങളെ കൊണ്ടുപോകാൻ വരുന്ന ആളിൻ്റെ കാളാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രജീഷ് ഫോൺ എടുത്തു. 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും, തയ്യാറായിരിക്കുക. അത്രയും പറഞ്ഞതും കാൾ മുറിഞ്ഞു. നന്നായി, പ്രജീഷ് പറഞ്ഞു. പാർക്കിലെ ആക്രമണത്തിന് പിന്നിലെ ആളിനെ പോലീസ് തിരയുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. ചന്ദ്രകലയ്ക്ക് ഉണ്ടായ സന്തോഷത്തിലും അതിരില്ലായിരുന്നു. അവർ പെട്ടെന്ന് ഒരുങ്ങി കാത്തിരുന്നു. കൃത്യം 32 മിനിറ്റായപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. പ്രജീഷ് ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് തീർത്തും അപരിചിതനായ ഒരാൾ. ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു കൊടും ക്രിമിനലിൻ്റെ ഭാവം. ആരാണെന്ന് അങ്ങോട്ട് ചോദിക്കും മുമ്പ് അയാൾ അറിയിച്ചു. പോകാം. നമ്മൾ എവിടേക്കാണ്? ചോദിച്ചത് ചന്ദ്രകലയാണ്. യാത്രാമധ്യേ പറഞ്ഞാൽ പോരെ? എന്താണെന്നറിയില്ല, റോഡ് മുഴുവൻ പോലീസ് പാഞ്ഞു നടക്കുന്നു. നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ ആകെ കുഴഞ്ഞു. അയാൾ തിടുക്കം കൂട്ടി. ചന്ദ്രകലയ്ക്കും പ്രജീഷിനും ഉള്ളിൽ നടുക്കമുണ്ടായി. പിടിക്കപ്പെട്ടാൽ? അതിനാൽ തന്നെ കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. വേഗം മുറിയിൽ നിന്നിറങ്ങി റൂം സർവീസ് ചെയ്യുന്ന ആളിനെ കീ ഏൽപ്പിച്ചു. റിസപ്ഷനിൽ ചെന്ന് റൂം വെക്കേറ്റ് ചെയ്തതായി രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. പുറത്ത് ഒരു കറുത്ത സ്കോർപിയോ കാത്തു കിടന്നിരുന്നു. ആഗതൻ പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു. ചന്ദ്രകലയും പ്രജീഷും കയറി. അയാൾ മുന്നിലും. എടുത്തു ചാടും പോലെ സ്കോർപിയോ മുന്നോട്ട് കുതിച്ചു. വണ്ടിക്കുള്ളിൽ ഇരുട്ടായിരുന്നതിനാൽ ഡ്രൈവറുടെ മുഖം അവർ കണ്ടില്ല. തിരക്കിൽ മുങ്ങിയ റോഡ്, അവയ്ക്കിടയിലൂടെ സൈറനിട്ട് ബീക്കൺ ലൈറ്റ് തെളിച്ച് പായുന്ന വാഹനങ്ങൾ. അരുതാത്തതെന്തോ നടന്നിട്ടുണ്ട്. ഏതോ പ്രബലനുമായി ബന്ധപ്പെട്ടത്. അവരെ കാറിൽ കയറ്റിയ മനുഷ്യൻ പിറുപിറുത്തു. ലാൽബാഗിൽ ഒരു യുവതിയെ ആരോ തീയിട്ടു, ഡ്രൈവർ പറഞ്ഞു. പാറകൾ കൂട്ടി ഉരസുന്നത് പോലെയുള്ള ശബ്ദം. സ്കോർപിയോ നഗരത്തിലെ തിരക്കിൽ നിന്നകന്നു. ഇനി പറയാമല്ലോ. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ചന്ദ്രകല ചോദ്യം ആവർത്തിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകൾ അതിവേഗം പിന്നിലേക്ക് ഓടിമറഞ്ഞുകൊണ്ടിരുന്നു. മുന്നിൽ കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നയാൾ അവൾക്ക് നേരെ തിരിഞ്ഞു. കേരളത്തിലേക്ക്. ചന്ദ്രകലയും പ്രജീഷും ഞെട്ടി. അവിടേക്ക് പോയാൽ? ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതാണ്. കേരളത്തിലെവിടെയാ? പ്രജീഷിൻ്റെ ശബ്ദം വിറച്ചു. നിലമ്പൂരിൽ വടക്കേ കോവിലകം എന്ന് പറയും. മൈ ഗോഡ്! ശിരസിൽ ഇടിമിന്നലുകൾ പുളഞ്ഞിറങ്ങിയതുപോലെ ഇരുവരും പിടഞ്ഞു. വേണ്ട, നിങ്ങൾ വണ്ടി നിർത്ത്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. പ്രജീഷ് ഡ്രൈവറുടെ തോളിൽ പിടിച്ചു. സ്കോർപിയോ ഒന്ന് പാടി. മര്യാദയ്ക്കിരുന്നോണം, ഡ്രൈവർ ഗർജിച്ചു. നിങ്ങൾ വരുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാ. നിന്നോട് നിർത്താനല്ലേടാ പറഞ്ഞത്? ചന്ദ്രകലയുടെ ഭാവം മാറി. പെണ്ണും പിള്ളേ, രണ്ടാമനും ഒച്ചയുയർത്തി. കൂടെയിരിക്കുന്ന ഈ കോന്തനോട് പറയുന്നത് പോലെ ഞങ്ങളോട് പറഞ്ഞാലുണ്ടല്ലോ. അടുത്ത നിമിഷം അയാളുടെ കയ്യിൽ ഒരു സ്പ്രേയുടെ ബോട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരുടെയും മുഖങ്ങളിലേക്ക് രൂക്ഷഗന്ധമുള്ള ഒരു ദ്രാവകം സ്പ്രേ ചെയ്യപ്പെട്ടു. സെക്കൻഡുകൾ. ഇരുവരും പിൻസീറ്റിൽ കുഴഞ്ഞു വീണു. ഡ്രൈവർ വണ്ടിക്കുള്ളിലെ ലൈറ്റ് തെളിച്ചിട്ട് പിന്നോട്ട് തിരിഞ്ഞു. പരിന്ത് റഷീദായിരുന്നു അത്. 2 ദിവസം മുൻപ് അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. കാർ കുപ്പം വഴി ധർമ്മപുരി റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്നു. കരുളായി. അത്താഴം കഴിക്കുകയായിരുന്നു ബലഭദ്രൻ തമ്പുരാൻ. അനന്തഭദ്രൻ്റെ ഭാര്യ ഇന്ദിരബായിയും ഒപ്പം ഇരിപ്പുണ്ട്. സുമംഗലയാണ് ഇരുവർക്കും വിളമ്പിക്കൊടുക്കുന്നത്. പെട്ടെന്ന് തമ്പുരാൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടു. ബലഭദ്രൻ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. ആ ഫോൺ എടുത്തുകൊണ്ട് വാ. സുമംഗല ഹാളിലേക്ക് പോയി ഫോൺ എടുത്ത് നോക്കി. നന്ദ കാളിങ്. മോളാണ് പറഞ്ഞുകൊണ്ട് സുമംഗല കാളെടുത്തു. ഹലോ, എന്താ മോളെ? അപ്പുറത്ത് നിന്ന് കേട്ട മറുപടി അവരെ ഞെട്ടിച്ചു. മോളെ,
ആ വീട് വിറയ്ക്കുന്ന ഒരലർച്ച. പാത്രത്തിലേക്ക് കൈ കുടഞ്ഞ് ബലഭദ്രൻ തമ്പുരാൻ ചാടി എണീറ്റു. അപ്പോൾ ഹാളിലെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ബലഭദ്രനും പിന്നാലെ ഇന്ദിരാബായിയും അങ്ങോട്ട് പാഞ്ഞു. ബലഭദ്രനും ഇന്ദിരാബായിയും ഹാളിലെത്തുമ്പോൾ തറയിൽ നിശ്ചലം കിടക്കുകയാണ് സുമംഗല. സുമംഗലേ! ബലഭദ്രൻ അവരെ കൈകളിൽ കോരിയെടുത്ത് സെറ്റിയിൽ കിടത്തി. സുമംഗലേ! ഇന്ദിരാബായി അവരെ കുലുക്കി വിളിച്ചു. അനക്കമില്ല. ചേട്ടത്തി വേഗം കുറച്ച് വെള്ളം കൊണ്ടുവാ. ബലഭദ്രൻ തിടുക്കപ്പെട്ടു. ഇന്ദിരാബായി തീൻമുറിയിലേക്ക് ഓടി. ബലഭദ്രൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. നന്ദമോൾ വിളിക്കുന്നെന്നാണല്ലോ ഇവൾ പറഞ്ഞത്. അപ്പോഴേക്ക് ഇന്ദിരാബായി വെള്ളവുമായി വന്നു. ബലഭദ്രൻ പാത്രം വാങ്ങി കൈക്കുമ്പിളിലേക്ക് വെള്ളം ചേർത്തു. ശേഷം ശക്തിയിൽ ഭാര്യയുടെ മുഖത്തേക്ക് തളിച്ചു. സുമംഗല സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ കണ്ണുകൾ തുറന്നു. പിന്നെ ഇരുവരെയും പകച്ചു നോക്കി. ആദ്യം കാണുന്നത് പോലെ. സുമംഗല, നിനക്ക് എന്തു പറ്റി? ബലഭദ്രൻ അവരെ തോളിൽ പിടിച്ചു കുലുക്കി. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ സുമംഗല ഒറ്റക്കരച്ചിൽ. ഭദ്രേട്ടാ, നമ്മുടെ മോള്. അവൾക്ക് എന്തു പറ്റി? ബലഭദ്രൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. അവൾക്ക് എന്തോ സംഭവിച്ചു. സുമംഗല എഴുന്നേറ്റിരുന്നു. പോലീസാണ് വിളിച്ചത്. ഈശ്വരാ! ഹൃദയത്തിനുള്ളിൽ വായു തങ്ങി വീർക്കുന്നതുപോലെ ബലഭദ്രൻ്റെ ശരീരം ഒന്നുലഞ്ഞു. എന്നിട്ട് ഫോൺ എവിടെ? പെട്ടെന്ന് ഇന്ദിരാബായി തറയിൽ കിടക്കുന്ന ഫോൺ കണ്ടു. വേഗം അതെടുത്ത് തട്ടിപ്പറിക്കും പോലെ ബലഭദ്രൻ അത് വാങ്ങി. കോൾ കട്ടായി കഴിഞ്ഞിരുന്നു. ബലഭദ്രൻ ദേവനാഥയുടെ നമ്പറിലേക്ക് വിളിച്ചു. രണ്ടാമത്തെ ബെല്ലിന് കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. യെസ്, ആരാ സംസാരിക്കുന്നത്? ബലഭദ്രൻ്റെ ശ്വാസത്താളം മുറുകി. ഞാൻ കർണാടകയിൽ നിന്ന് വിളിക്കുകയാണ്. ലാൽബാഗ് CI ആണ്. സാർ, എൻ്റെ മകൾക്ക് എന്തു പറ്റി? നിങ്ങൾ ദേവനാഥയുടെ ഫാദറാണോ? അതെ. ക്ഷമയോടെ കേൾക്കണം. ഇവിടെ പാർക്കിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. തുടർന്ന് CI പറഞ്ഞത് മുഴുവൻ കേട്ടില്ല ബലഭദ്രൻ. അയാളുടെ കാതുകൾ കൊട്ടിയടക്കപ്പെട്ടു. ശരി ശരി സാർ, ഞാൻ ഉടൻ പുറപ്പെടും. പതറിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ബലഭദ്രൻ കോൾ മുറിച്ചു. ഇവിടെ പതറിക്കൂടാ. നന്ദമോളെ കാണാതെ ഒന്നും പറയാനും വയ്യ. സത്യം ഇപ്പോൾ പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും താൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ബലഭദ്രനിലെ രാജരക്തം ഉണർന്നു. എന്താ അവർ പറഞ്ഞത്? നമ്മുടെ മോള്? സുമംഗല അയാളെ അള്ളിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി. നീ ഭയപ്പെടുന്ന പോലെ ഒന്നുമില്ല. ചെറിയൊരു ആക്സിഡൻറ്റ്. ഞാൻ ഉടൻ അങ്ങോട്ട് പോകുകയാണ്. ബലഭദ്രൻ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ദിരാബായിയിൽ ആശങ്ക മണത്തു. കാരണം ബലഭദ്രൻ്റെ ഉൾക്കണ്ണുകളിൽ 2 നീർത്തുള്ളികൾ പിടയ്ക്കുന്നത് അവർ മാത്രം കണ്ടു. എങ്കിൽ ഞാനും വരുന്നു അങ്ങോട്ട്, സുമംഗല ശബ്ദിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി. എന്നാൽ സുമംഗല സമ്മതിച്ചില്ല. അവസാനം ബലഭദ്രൻ സമ്മതിച്ചു. മാത്രമല്ല ഇന്ദിരാബായി കൂടി കൊണ്ടുപോകാനും തീരുമാനിച്ചു. നിങ്ങൾ രണ്ടാളും പെട്ടെന്നിറങ്ങ്. ഞാൻ ഡ്രൈവറെ വിളിക്കട്ടെ. ബലഭദ്രൻ ഫോണുമായി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ഡ്രൈവറെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ കരഞ്ഞുപോയി. മുണ്ടിൻ്റെ തുമ്പുയർത്തി കണ്ണുകൾ തുടച്ചുകൊണ്ട് മനസ്സിനെ ധൈര്യപ്പെടുത്തി തൻ്റെ മുറിയിലേക്ക് പോയി ബലഭദ്രൻ. വേഗം വസ്ത്രം മാറി. പണവും ATM കാർഡും എല്ലാം എടുത്തു. ഇന്ദിരാബായിയും സുമംഗലയും അപ്പോഴേക്കും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ബൈക്കിൽ ഡ്രൈവറും എത്തി. അയാൾ കാർ പോർച്ചിൽ നിന്നിറക്കി. ബലഭദ്രൻ വാതിൽ അടച്ചുപൂട്ടി. അവിടെ തന്നെ താമസിക്കുന്ന ഒരു പുറം പണിക്കാരുണ്ടായിരുന്നു. അയാളെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ബാംഗ്ലൂർക്കൊന്ന് പോവുകയാണ്. നിൻ്റെ ഫോൺ എപ്പോഴും ഓണാക്കി വെച്ചേക്കണം. ഞാൻ വിളിക്കുമ്പോൾ തന്നെ കിട്ടിയിരിക്കണം. ശരി തമ്പുരാനെ. അയാൾ ഭവ്യതയുടെ നിന്നു. ബലഭദ്രൻ വീടിൻ്റെ താക്കോൽ അയാളെ ഏൽപ്പിച്ചു. എല്ലാം ശ്രദ്ധിച്ചോണം. ഓ. ബലഭദ്രൻ കാറിൻ്റെ മുൻസീറ്റിൽ കയറി. സ്ത്രീകൾ പിന്നിലും. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് തമ്പുരാൻ എല്ലാം തകർന്നവനെ പോലെ സീറ്റിൽ പിറകിലേക്ക് ചാരി തളർന്നിരുന്നു. ജോലിക്കാരൻ ഗേറ്റ് തുറന്നു കൊടുത്തു. കാർ പാഞ്ഞുപോയി. എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി. അല്പനേരം കാർ പോയ വഴിയിലേക്ക് നോക്കി നിന്നിട്ടാണ് അയാൾ ഗേറ്റ് അടച്ചത്. കൊളുത്തിടും മുൻപ് വെട്ടിത്തിരിഞ്ഞു വരുന്ന ഒരു വാഹനത്തിൻ്റെ വെളിച്ചം കണ്ടു. പോയവർ മടങ്ങി വരികയാണോ? കണ്ണഞ്ചുന്ന വെളിച്ചത്തിലേക്ക് അയാൾ നെറ്റിക്ക് മീതെ കൈപ്പടം വെച്ച് നോക്കി. ഗേറ്റിന് മുന്നിൽ ഒരു ബൊലോറോ ബ്രേക്ക് ഇട്ടു. പോലീസ്. ജോലിക്കാരനൊന്ന് പരിങ്ങി. ബൊലോറോയിൽ നിന്ന് CI അലിയാർ ചാടിയിറങ്ങി. ഗേറ്റ് തുറക്കടാ. ഗർജനം പോലെയായിരുന്നു അലിയാരുടെ ശബ്ദം. ജോലിക്കാരൻ ശരിക്കും ഭയന്നു പോയി. സാർ, പറഞ്ഞത് കേട്ടില്ലടാ. ഗേറ്റ് തുറക്ക്. അലിയാരുടെ ശബ്ദത്തിന് കൂടുതൽ മുഴക്കം വന്നു. അയാൾ ഗേറ്റ് തുറക്കാൻ ഭാവിക്കുമ്പോൾ അടുത്ത ചോദ്യം. അയാളുണ്ടല്ലോ അകത്ത്? ബലഭദ്രൻ തമ്പുരാൻ. ഇല്ല സാർ. അലിയാരുടെ നെറ്റിച്ചുളിയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ജോലിക്കാരൻ കണ്ടു. അയാൾ അറിയിച്ചു. ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ സാർ. എവിടേക്ക്? ബാംഗ്ലൂർക്ക്. താൻ ഇങ്ങോട്ട് വരുമ്പോൾ അമിത വേഗത്തിൽ പാഞ്ഞു പോയ കാറിനെ കുറിച്ച് അലിയാർ ഓർത്തു. എന്തിനാടാ അയാൾ പോയത്? അതറിയത്തില്ല സാറേ. തമ്പുരാൻ്റെ മോള് പഠിക്കുന്നത് അവിടെയാണല്ലോ. വ്യക്തമായി എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. അലിയാർ ഒരു നിമിഷം മൗനം. ഈ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ആരുമില്ല സാർ. 3 പേരും കൂടിയാണ് പോയത്. കടുപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് അലിയാർ തിരിഞ്ഞു. ബൊലേറോയുടെ ഫുഡ് റെസ്റ്റിലേക്ക് കാൽ വെച്ചുകൊണ്ട് തിരിഞ്ഞു. ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ നീ ഞാൻ വന്ന കാര്യം പറയാൻ നിൽക്കണ്ട. പോയവർ അവരുടെ കാര്യം സാധിച്ചിട്ട് വരട്ടെ. മനസ്സിലായോടാ? ആയി സാർ. അലിയാർ ബൊലേറോയിൽ കയറി. അത് അതിശീഘ്രം പിന്നോട്ട് പോയി. ഒരു ദീർഘനിശ്വാസത്തോടെ ഗേറ്റിൻ്റെ കൊളുത്തിട്ട് പണിക്കാരനും പിന്തിരിഞ്ഞു. വടക്കേ കോവിലകം. പരിസരം നിശബ്ദതയിൽ ആണ്ട് കിടക്കുകയായിരുന്നു. എമർജൻസി ലാമ്പും കയ്യിലെടുത്ത് കിടാക്കന്മാർ അല്പനേരം കൂടി കാത്തു.
കഴിഞ്ഞ രാത്രിയിലേതുപോലെയുള്ള അപശബ്ദങ്ങളുമായി ആരെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. ഏട്ടൻ പേടിക്കേണ്ടെന്നേ, ഇന്നിനി ഇങ്ങോട്ട് ആരും വരാൻ പോകുന്നില്ല. വന്നാട്ടെ, നമുക്ക് പണി തുടങ്ങാം. ഇരുവരും നിലവറ വാതിൽ തുറന്നു. എമർജൻസി ലാമ്പ് തെളിച്ചുകൊണ്ട് വാതിൽ അകത്തുനിന്ന് അടച്ചു കുറ്റിയിട്ടു. തുടർന്ന് പടിക്കെട്ടുകൾ ഇറങ്ങി. അപ്പോഴേക്കും ദുർഗന്ധം അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. രാവിലത്തതിൻ്റെ ഇരട്ടി ദുർഗന്ധം. ശ്രീനിവാസ് കിടാവ് മുണ്ടിൻ്റെ തുമ്പുയർത്തി മൂക്കിന് മുകളിൽ അമർത്തി. തൽക്കാലം ഇത് സഹിച്ചേ പറ്റത്തുള്ളൂ ഏട്ടാ, ശേഖരൻ പറഞ്ഞു. കുറച്ച് സിമൻറ്റായിരുന്നെങ്കിൽ കല്ലറയുടെ വിടവുകളിൽ തേച്ച് പിടിപ്പിക്കാമായിരുന്നു. കിടാവ് മിണ്ടിയില്ല. യശോധരൻ്റെ ബോഡി വലിച്ചിട്ട കല്ലറ കടന്ന് അവർ മുന്നോട്ട് പോയി. ഓരോന്നും എമർജൻസി ലാമ്പിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചു. ചിലതിൽ മരിച്ചവരുടെ പേരുകളും വർഷവും കൊത്തിവെച്ചിട്ടുണ്ട്, ചിലതിൽ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാത്തതിലാവും തങ്ങൾ പ്രതീക്ഷിക്കുന്ന നിധികളെന്ന് ഇരുവർക്കും അറിയാം. തൊട്ടടുത്ത കല്ലറയ്ക്ക് മുകളിൽ ലാമ്പ് വച്ചിട്ട് ശേഖരൻ ഒരു ഇരുമ്പ് പാരയെടുത്തു. അതുകൊണ്ട് കല്ലറയുടെ മേൽമുടി ഉറപ്പിച്ചിരുന്ന സിമൻറ്റ് കുത്തിയിളക്കാൻ ശ്രമിച്ചു. ഓരോ തവണ കല്ലിൽ ഇരുമ്പ് പതിക്കുമ്പോഴോ ആ ശബ്ദം നിലവറയ്ക്കുള്ളിൽ പ്രകമ്പനങ്ങൾ തീർത്തു. ഈ ശബ്ദം പുറത്തെങ്ങാനും കേൾക്കുമോടാ? ശ്രീനിവാസ കിടാവിന് ശങ്ക തോന്നി. ഏയ്, അതിനൊന്നും സാധ്യതയില്ല. അഥവാ ഇനി ഉണ്ടെങ്കിൽ പോലും നമ്മൾ പിന്മാറുന്ന പ്രശ്നവുമില്ല, ശേഖരൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂറത്തെ പരിശ്രമം കിടാക്കന്മാരുടെ വസ്ത്രം വിയർപ്പിൽ കുളിച്ച് ശരീരത്തൊട്ടി. കല്ലറയുടെ മേൽമൂടിയായി ഉപയോഗിച്ചിരുന്ന പരന്ന നീളമുള്ള കൽപ്പാളി ഒരു ഭാഗം മാത്രമേ ഇളക്കുവാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഒരെണ്ണം പൊളിക്കണമെങ്കിൽ 1 ദിവസം എടുത്തിരിക്കും, ശ്രീനിവാസ കിടാവ് പുറപുറത്തു. നമുക്ക് നോക്കാം. ശേഖരൻ സിമൻറ്റ് ഇളകി മാറിയ ഭാഗത്തേക്ക് ഒരു വിധത്തിൽ ഇരുമ്പു പാരയുടെ ഒരഗ്രം കയറ്റി. പിന്നെ രണ്ടാമത്തെ അഗ്രം തൻ്റെ തോളിലും വച്ചു. ഇനി ശക്തി മുഴുവൻ ആവാഹിച്ച് മുകളിലേക്ക് ഉയർത്താനായിരുന്നു ഉദ്ദേശം. പക്ഷേ ശേഖരൻ്റെ നടുവ് വേദനിച്ചതല്ലാതെ കല്ലറയുടെ മൂടി അല്പം പോലും അനങ്ങിയില്ല. ഇത് ചുറ്റുപാട് ഇങ്ങനെ കുത്തി ഇളക്കേണ്ടി വരും. സിമൻറ്റ് മാത്രമല്ല ഇത് പിടിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. വല്ല പശയും ഉണ്ടാകും. ശേഖരൻ തോളിൽ നിന്ന് പാര മാറ്റി. പണ്ടുകാലത്തെ കല്ലറയിലെ ശേഖര എന്തുപയോഗിച്ചാണ് ഇത് അടച്ചിരിക്കുന്നതെന്ന് എങ്ങനെ അറിയും? സിമൻറ്റ് വേണമെന്ന് തന്നെയില്ല. ശേഖരൻ തല കുടഞ്ഞു. മുത്തുമണികൾ പോലെ വിയർപ്പുത്തുള്ളികൾ ചുറ്റും തെറിച്ചു. ഏട്ടൻ പറഞ്ഞത് ശരിയാവും. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പോലും നിർമ്മിച്ചിരിക്കുന്നത് കുമ്മായവും സുർക്കയും ചേർന്ന മിശ്രിതം കൊണ്ടല്ലേ? ശേഖരന് കിടാവിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. ദാഹിച്ചിട്ട് വയ്യ, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. കിടാവ് പൊളിക്കാൻ തുടങ്ങിയ കല്ലറയ്ക്ക് മുകളിലിരുന്നു. എമർജൻസി ലാബ് അവിടെ തന്നെ വെച്ചിട്ട് ശേഖരൻ നിലവറയിൽ നിന്ന് പുറത്തു വന്നു. അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് കുപ്പിയെടുത്തതും അയാളുടെ തോളിൽ ഒരു കൈ അമർന്നു. ശേഖരൻ ഞെട്ടിത്തിരിഞ്ഞു. പിന്നിൽ കരിഞ്ഞതുപോലെ ഒരു മനുഷ്യരൂപം നിൽക്കുന്നു. നിധിയെടുത്ത് ക്ഷീണിച്ചു അല്ലേ ചോദിക്കുമ്പോൾ ആ രൂപത്തിൻ്റെ പല്ലുകൾ ഇറുകുന്നുണ്ടോ എന്ന് ശേഖരന് തോന്നി. അയ്യോ! ശേഖരൻ്റെ അലർച്ച തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നില്ല. ഒരു പാറക്കെട്ട് മറിയുന്നത് പോലെ അയാൾ തറയിൽ വീണു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അനുജൻ തിരിച്ചെത്താത്തതിൽ ദേഷ്യം തോന്നി ശ്രീനിവാസ കിടാവിന്. നിലവറയിലെ ദുർഗന്ധം കാരണം അവിടെ നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. ശ്രീനിവാസ കിടാവ് കല്ലറയ്ക്ക് മുകളിൽ നിന്നിറങ്ങി. ഒന്ന് നീട്ടി തുപ്പിക്കൊണ്ട് എമർജൻസി ലാമ്പ് എടുത്തു. പിന്നെ പുറത്തേക്ക് നടന്നു. നിലവറയ്ക്ക് പുറത്തു വന്ന് ശബ്ദം താഴ്ത്തി വിളിച്ചു. ശേഖര! മറുപടിയില്ല. കിടാവിന് ഭീതി തോന്നി. യശോധരനെ പോലെ തൻ്റെ അനുജനും എന്തെങ്കിലും അപകടം? വെള്ളമെടുക്കുവാൻ അവൻ അടുക്കളയിലേക്ക് ആയിരിക്കില്ലേ പോയിരിക്കുക? കിടാവ് അവിടേക്ക് ചെന്നു. അടുക്കളയിലെ തറയിൽ ബോധമറ്റ് കിടക്കുന്ന ശേഖരനെ കണ്ടു. എടാ! ദേഷ്യത്തോടെ കിടാവ് സിങ്കിലെ പൈപ്പിൽ നിന്നും വെള്ളം പിടിച്ച് അയാളുടെ മുഖത്തേക്ക് ഒഴിച്ചു. അയ്യോ, പ്രേതം! അലർച്ചയോടെ ശേഖരൻ കണ്ണു തുറന്നു. എടാ, ഇത് ഞാനാ. കിടാവ് അനുജന് ഒരു ചവിട്ട് കൊടുത്തു. സ്വബോധം വീണ്ടും കിട്ടിയ ശേഖരൻ ചാടി എഴുന്നേറ്റു. ഞാൻ കണ്ടു ചേട്ടാ. എന്തു കണ്ടെന്ന്? പ്രേതത്തെ. പ്രേതം? കിടാവിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. ശേഖരൻ പെട്ടെന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് വായിലേക്ക് ചരിച്ചു. ഒരു കടൽ കുടിച്ചു വറ്റിക്കാനുള്ള പാരവശ്യം ഉണ്ടായിരുന്നത് പോലെ. ആ കുപ്പിയിലെ മുഴുവൻ വെള്ളവും അയാൾ കുടിച്ചു തീർത്തു. ശ്രീനിവാസ കിടാവും വെള്ളം കുടിച്ചു. അനുജൻ അപ്പോഴും വിറയ്ക്കുന്നുണ്ടെന്നും അയാളുടെ മുഖം ഭീതിയാൽ വിളറിയിരിക്കുന്നെന്നും കിടാവും കണ്ടു. നീ വന്നേ. കിടാവ് അനുജനെ കൈപ്പിടിച്ച് ഡൈനിങ് ടേബിളിനരികിലെ കസേരയിൽ കൊണ്ടിരുത്തി. ഇനി പറ, എന്താ ഉണ്ടായത്? തനിക്ക് സംഭവിച്ചത് ശേഖരൻ ചേട്ടനോട് പറഞ്ഞു. ശരിക്കും? കിടാവിനെ അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രേതമെന്ന് പറയുന്നത് ശരീരമില്ലാത്ത ഒന്നല്ലേടാ. അതായത് ആത്മാവ്. ശരീരമില്ലാത്ത ഒന്നിനെ നിന്നെ എങ്ങനെ സ്പർശിക്കാൻ കഴിയും? ഒരു തർക്കത്തിന് ഞാനില്ല. എന്നാൽ എനിക്കുണ്ടായ അനുഭവം. എൻ്റെ സ്ഥാനത്ത് ചേട്ടനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിച്ചേനെ. അപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ശ്രീനിവാസ കിടാവ് തല കുടഞ്ഞുകൊണ്ടിരുന്നു. ഇന്നിനി ഒന്നിനും മൂടില്ല. ആട്ടെ, നീ കണ്ടെന്ന് പറഞ്ഞ രൂപത്തിന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആരുടെയെങ്കിലും മുഖഛായ തോന്നിയോ? മുഖത്തിൽ എന്ത് കാര്യമിരിക്കുന്നു കിടാവേ? പൊടുന്നനെ കോവിലകത്തെ നടുക്കം കൊള്ളിച്ചുകൊണ്ട് ഒരു ചോദ്യം. കിടാക്കന്മാർ ഞെട്ടിപ്പടഞ്ഞ് എണീറ്റു. ആ ശബ്ദം വീണ്ടും കേട്ടു. ശരിക്കുള്ള മുഖം നീയൊക്കെ ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ പിന്നെ മുഖത്തിന് എന്ത് പ്രസക്തി? ശേഖര, വാടാ. അടുത്ത നിമിഷം കിടാവ് അനുജൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഓടി. പിന്നിൽ പൊട്ടിച്ചിരിയുടെ അലകൾ നൂറായി പ്രതിധ്വനിച്ചു. ഇങ്ങനെ നിങ്ങൾ എവിടെ വരെ ഓടും കിടാക്കന്മാരെ? കൂടിയാൽ ഈ ഗോപുരത്തിൻ്റെ ഓരോ വാതിലും വരെ. അതിനപ്പുറത്തെ പുറം ലോകം നിങ്ങൾക്ക് അന്യമായി കഴിഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനുള്ളിൽ തന്നെ നിങ്ങളുടെ അന്ത്യം. ഏത് ദിക്കിൽ നിന്ന് വന്നു എന്ന് തിരിച്ചറിയാനാവാത്ത ആ ശബ്ദം അവരെ പിന്തുടർന്നു. കിടാക്കന്മാർ തങ്ങൾ കിടക്കാറുള്ള മുറിയിലേക്ക് പാഞ്ഞു കയറി വാതിൽ കൊട്ടിയടച്ചു.
ശ്രീനിവാസക്കിടാവ് വാതിൽപ്പാളിയിൽ ചാരി നിന്ന് കിതച്ചു. ഇപ്പോൾ ചേട്ടൻ എന്ത് പറയുന്നു? അനുജൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല കിടാവ്. അതിനയാൾക്ക് നാവ് അനങ്ങിയില്ല. നാക്ക് വായിൽ ഒട്ടിപ്പിടിച്ചതുപോലെ. നിലവറയിലെ ദുർഗന്ധം തുറന്നു കിടന്നിരുന്ന വാതിൽ വഴി കോവിലിനകത്തിനുള്ളിലേക്കും പ്രവേശിക്കുകയായിരുന്നു. സമയം പുലർച്ചെ 4 മണി. ബലഭദ്രൻ, തമ്പുരാനും മറ്റും സഞ്ചരിച്ച കാർ ബാംഗ്ലൂരു മെഡിക്കൽ കോളേജിന് മുന്നിൽ ബ്രേക്കിട്ടു. പാരവശ്യത്തോടെ തമ്പുരാനും തമ്പുരാട്ടിമാരും ചാടിയിറങ്ങി. റിസപ്ഷനിൽ ബലഭദ്രൻ വിവരം തിരക്കി. അവർ കാഷ്വാലിറ്റിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ വാതിലിന് പുറത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് വന്നവരാണോ? അയാൾ തിരക്കി. അതെ. പെട്ടെന്ന് തെല്ലെ അകലെയിരുന്ന ചന്ദ്രമൗലി ചാടിയണിറ്റ് അയാൾക്കരികിലേക്ക് ഓടിയെത്തി. ദേവനന്ദയുടെ ഫാദറാണോ? ആ. തമ്പുരാൻ്റെ പുരികം ചുളിഞ്ഞു. നീ? ഞാൻ ചന്ദ്രമൗലി. ഞാനും നന്ദയും ഒന്നിച്ചാ. ബാക്കി പറയും മുമ്പ് തമ്പുരാൻ കൈവീശി ഒറ്റയടി. ചന്ദ്രമൗലി ചുരുണ്ടുകൂടി തറയിൽ വീണു. ഭദ്രേട്ടാ! സുമംഗല അമ്പരന്ന് വിളിച്ചു. ഭദ്ര എന്ന് ഇന്ദ്രബായിയും. അത് ശ്രദ്ധിച്ചില്ല ബലഭദ്രൻ. അയാൾ തറയിൽ കിടന്ന ചന്ദ്രമൗലിയെ ചവിട്ടാൻ കാലുയർത്തി. ഏയ്, എന്താ ഇത്? പോലീസുകാരൻ പെട്ടെന്ന് ബലഭദ്രനെ തടഞ്ഞു. ബലഭദ്രന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. രോഷത്തോടെ അയാൾ ചന്ദ്രമൗലിക്ക് നേരെ കൈ ചൂണ്ടി. ഇവനല്ലേ എൻ്റെ മോളെ പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊന്നുകളയും ഞാനിവനെ. വാക്കുകൾ അയാളുടെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞു. താങ്കൾ വാ, പറയട്ടെ. പോലീസുകാരൻ തമ്പുരാനെ ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിളറിയ ഭാവത്തിൽ ചന്ദ്രമൗലി തറയിൽ നിന്ന് എഴുന്നേറ്റു. ഇന്ദിരാബായി അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ കുട്ടിയുടെ പേര്? അവൻ ആ സ്ത്രീയെ ദയനീയമായി നോക്കി. മൗലി, ചന്ദ്രമൗലി. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? നന്ദയുടെ അമ്മയാണോ? പതർച്ചയോടെ അവൻ തിരക്കി. അല്ല, അമ്മയുടെ ചേച്ചിയാ. ഇതാണ് നന്ദയുടെ അമ്മ. എന്നോട് ക്ഷമിക്കണം. ഞാനും നന്ദയോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നത് സത്യം. വല്ലപ്പോഴും ലാൽബാഗ് പാർക്കിൽ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ തമ്പുരാട്ടിമാർക്ക് നെഞ്ചിടിപ്പ് ഏറി തുടങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ബലഭദ്രൻ അവർ ഇരുവരോടും ഇനിയും പറഞ്ഞിരുന്നില്ല. എന്താ ഉണ്ടായതെന്ന് നീയെങ്കിലും ഒന്ന് പറയൂ കുഞ്ഞെ. ഇന്ദിരാബായിക്ക് തിടുക്കമായി. ഇരുവരെയും മാറി മാറി നോക്കി ചന്ദ്രമൗലി. പിന്നെ തലേന്ന് നടന്നത് പറഞ്ഞു. എൻ്റെ മോളെ നെഞ്ചത്തൊന്നടിച്ചു സുമകല. ശിരസ് തീ പിടിച്ച് പാർക്കിൽ അങ്ങിങ്ങോടുന്ന മകളെ അവർ മനസ്സിൽ കണ്ടു. അവർ ഇപ്പോൾ തളർന്നു വീഴും എന്ന് തോന്നി ചന്ദ്രമൗലിക്ക്. അവനും ഇന്ദിരാബായിയും കൂടി സുമകലയെ താങ്ങി ഒരു കസേരയിലിരുത്തി. ഇന്ദിരാബായിയും വിലപിച്ചു തുടങ്ങിയിരുന്നു. ഡോക്ടറുടെ റൂമിൽ നിന്നിറങ്ങി തിടുക്കത്തിൽ വന്ന പോലീസുകാരൻ ചന്ദ്രമൗലിയുടെ കൈക്ക് പിടിച്ചു. നീ വാ. എന്താ സാർ? ചന്ദ്രമൗലിക്ക് സംശയമായി. ഇനി നീ ഇവിടെ നിന്നാൽ ആ പെണ്ണിൻ്റെ അച്ഛൻ നിന്നെ കൊന്നിരിക്കും. അതെന്തിനാ? നന്ദയ്ക്ക് ഷീസ് നോ മോർ. ശിരസിലൂടെ ഒരു മിസൈൽ പാഞ്ഞു പോയതുപോലെ തോന്നി ചന്ദ്രമൗലിക്ക്. പോലീസുകാരൻ അവൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചു. വേഗം വാടാ. ഇല്ല, ഞാൻ വരില്ല സാർ, അവൻ എതിർത്തു. ഇനി നിന്റെ ബോഡിയുടെയും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഞാൻ തന്നെ തയ്യാറാക്കണോടാ. പോലീസ് സ്റ്റേഷനാണ് നിന്റെ ജീവന് ഇപ്പോൾ രക്ഷ. ആന്ധ്രയിൽ നിന്ന് നിനക്ക് വേണ്ടി ഹോം മിനിസ്റ്റർ ഇവിടുത്തെ DGPയെ വിളിച്ചു സംസാരിച്ചു. നീ വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കിയെടുത്തു കൊണ്ടുപോകും. അങ്ങനെ ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞിട്ട് പോലീസുകാരൻ ബലമായി ചന്ദ്രമൗലിയെ വലിച്ചുകൊണ്ട് പോയി. 1 മിനിറ്റ് കഴിഞ്ഞില്ല. ഡോക്ടറുടെ മുറിയിൽ നിന്ന് കൊടുങ്കാറ്റായി ബലഭദ്രൻ പാഞ്ഞു വന്നു. തൻ്റെ പത്നിയും ചേട്ടത്തെയും ഒന്നും വിലപിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചില്ല. ആരെയോ തിരഞ്ഞ് അയാൾ ഇടനാഴിയിൽ അങ്ങിങ്ങു നോക്കി. എവിടെ അവൻ? ഇന്ദിരാബായി നനഞ്ഞ മിഴികൾ ഉയർത്തി. ആ പോലീസുകാരൻ കൊണ്ടുപോയി. രക്ഷപ്പെടുത്തിയത് അയാൾ അവനെ. എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവൻ്റെ ആയുസിൻ്റെ കണക്ക് പുസ്തകം ഞാൻ വലിച്ചു കീറിയിരിക്കും. അയാളുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. തൻ്റെ ക്യാബിൽ നിന്നിറങ്ങി ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. മിസ്റ്റർ ബലഭദ്രൻ, പ്ലീസ്. ഡോക്ടർ അയാളുടെ തോളിൽ കൈവച്ചു. തമ്പുരാൻ ആ കൈ തട്ടി മാറ്റി. നിങ്ങൾക്കത് പറയാം. ഒരു സോറിയിൽ നിങ്ങൾക്ക് കടമ തീർക്കാം. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മോളെയാ. നിങ്ങൾ 1000 വട്ടം സോറി പറഞ്ഞാലും അവൾ മടങ്ങി വരുമോ? ഡോക്ടർ മിണ്ടിയില്ല, മുഖം കുനിച്ചു. പക്ഷേ എനിക്ക് അവനെ വേണം, എൻ്റെ മകളെ പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോയവനെ. അവൻ ആന്ധ്ര മുഖ്യമന്ത്രിയുടെ മകനാണെങ്കിൽ പോലും എനിക്ക് പുല്ല. അപ്പോഴേക്കും പുറത്തുനിന്ന് DYSPയും CIയും അടങ്ങുന്ന പോലീസ് സംഘം കടന്നു വന്നു. തമ്പുരാൻ ഡോക്ടറോട് പറഞ്ഞു തന്നെ അവരോട് പറഞ്ഞു. DYSPയുടെ മുഖം കറുത്തു. മിസ്റ്റർ, നിങ്ങൾ ആ പയ്യനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ മകളും കുറ്റക്കാരിയല്ലേ? അവൻ വിളിച്ചപ്പോൾ എന്തിനു കൂടെ പോയി, അതും രാത്രിയിൽ? ബലഭദ്രൻ ഒന്നുലഞ്ഞു. DYSP തുടർന്നു. പിന്നെ നിങ്ങളുടെ മകളോട് അതിക്രമം കാണിച്ചവൻ്റെ മുഖം CCTVയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. ഒറ്റ നോട്ടത്തിൽ അയാളും ഒരു മലയാളിയാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വ്യക്തമല്ല. പോലീസ് ഓഫീസർ തൻ്റെ സെൽഫോണിൽ നിന്ന് ഒരു വീഡിയോ ക്ലിപ്പിംഗ് സെലക്ട് ചെയ്ത് തമ്പുരാൻ്റെ മുഖത്തിന് നേർക്ക് പിടിച്ചു. ഗേറ്റിലേക്ക് പാഞ്ഞു വരുന്ന ഒരാൾ. തമ്പുരാൻ ആ മുഖം ശ്രദ്ധിച്ചു. അയാളുടെ ഉള്ളിൽ അനേകം ഇടിമുഴക്കങ്ങൾ ഒന്നിച്ചുണ്ടായി. പ്രജീഷ്. ആ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇവനാണോ സാർ? ബലഭദ്രൻ അടിമുടി വിറച്ചു. യെസ്. നിങ്ങൾക്കിവനെ അറിയാമോ? അറിയാം. എങ്കിൽ പറയൂ, ഇവൻ എവിടെ കാണാനാണ് സാധ്യത? ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കാം. DYSPക്ക് ആവേശമായി. എവിടെ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഇവനെ കിട്ടാൻ പോകുന്നില്ല. അയാളുടെ നെറ്റി ചുളിഞ്ഞു. അതെന്താ?
അതങ്ങനെ നിങ്ങളെന്നല്ല, ഒരു നിയമത്തിനും അവനെ കിട്ടില്ല. കാരണം അവന് ശിക്ഷ വിധിക്കുന്നതും അത് നടപ്പാക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. മരണം. പോലീസ് ഉദ്യോഗസ്ഥൻ അമ്പരന്ന് പരസ്പരം നോക്കി. ക്രൂരമായ ഒരു ഭാവത്തിൽ തമ്പുരാൻ തുടർന്നു. ചുമ്മാതുള്ള മരണമല്ല, എൻ്റെ മകൾ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി വേദനയുള്ള മരണം. അവനെ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയേ കൊല്ലൂ. ബലഭദ്രൻ തമ്പുരാൻ തിരിഞ്ഞ് തൻ്റെ ഭാര്യയെയും ചേട്ടത്തെയെയും നോക്കി. രാജരക്തമാണ് നമ്മുടേത്. കണ്ണീരൊഴുക്കിയിട്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിന് അതിന് ശ്രമിക്കണം? പോയെന്ന് തിരിച്ചറിയാനുള്ള മനസ്സ് ഉണ്ടാക്കുക ആദ്യം. എന്നിട്ട് ആ മനസ്സിനെ കരിങ്കല്ല് പോലെ ഉറപ്പുള്ളതാക്കുക. സുമംഗലയും ഇന്ദിരാബായിയും ഞെട്ടി. ബലഭദ്രൻ്റെ ബുദ്ധിസ്ഥിരതയ്ക്ക് എന്തോ തകരാറ് സംഭവിച്ചതുപോലെ അവർക്ക് തോന്നി. അപ്പോൾ ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് സ്ട്രെച്ചറിൽ വെള്ളത്തുണി പുതപ്പിച്ച ഒരു ശരീരം പുറത്തേക്ക് കൊണ്ടുവന്നു. അലറിക്കരഞ്ഞുകൊണ്ട് തമ്പുരാട്ടിമാർ അതിലേക്ക് വീണു. നേരം പുലരുവാൻ ഇനി അധിക സമയമില്ല. അടുത്ത നിമിഷം വടക്കേ കോവിലകത്തെ ലാൻഡ് ഫോൺ മുഴങ്ങി. അതൊരു കൊലവിളി പോലെ കിടാക്കന്മാരുടെ ഉറക്കം ഞെട്ടിച്ചു. ശ്രീനിവാസക്കിടാവ് കിടക്കയിൽ ചാടി എഴുന്നേറ്റിരുന്നു. പിന്നെ തങ്ങൾ എവിടെയാണെന്ന് ഒരു വട്ടം ചിന്തിച്ചു. തുടർന്ന് പരിസരബോധം ഉണ്ടായപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. ആ വേഗതയ്ക്കിടയിൽ മുന്നിൽ നിന്ന മരത്തൂൺ കണ്ടില്ല കിടാവ്. കാരണം അയാൾ ലൈറ്റ് തെളിച്ചിരുന്നില്ല. പിന്നാലെ ഓടിയെത്തിയ ശേഖരൻ കണ്ടു. കിടാവ് നടുമുറ്റത്തേക്ക് വീഴുന്നു. ചേട്ടാ! അയാൾ പിന്നാലെ ചാടി കിടാവിനെ വലിച്ചു പൊക്കി. കിടാവിന് തല കറങ്ങുന്നത് പോലെ തോന്നി. കാരണം ശിരസ്സാണ് തൂണിൽ ചെന്നിടിച്ചത്. ഇതിനിടെ ഫോൺ ബെല്ലടിച്ചു നിന്നു. വല്ലതും പറ്റിയോ ചേട്ടാ? വരാന്തയിലേക്ക് ശ്രീനിവാസ കിടാവിനെ കൈപ്പിടിച്ച് കയറ്റുന്നതിനിടയിൽ ശേഖരൻ തിരക്കി. നെറ്റിക്ക് ഭയങ്കര വേദന പറഞ്ഞുകൊണ്ട് കിടാവ് അവിടെ അമർത്തി തടവി. പെട്ടെന്ന് വീണ്ടും ലാൻഡ് ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. പോയി എടുക്കടാ. കിടാവിന് ദേഷ്യവും വിഷമവും ഒന്നിച്ചുണ്ടായി. ശേഖരൻ്റെ കണ്ണുകൾ ഇരുട്ടുമായും പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. അയാൾ ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ഞങ്ങളാ എത്തി പറഞ്ഞതും കോൾ മുറിഞ്ഞു. ശേഖരൻ ചേട്ടൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. അവർ വന്നു. പക്ഷേ എങ്ങനെ അകത്ത് കയറ്റും? കിടാവിൻ്റെ ചോദ്യം കേട്ട് ശേഖരനും അബദ്ധം പറ്റിയതുപോലെയായി. അതേക്കുറിച്ചൊന്നും പറയാതെ കോൾ കട്ട് ചെയ്യുകയും ചെയ്തല്ലോ. ലാൻഡ് ഫോണിൽ നിന്ന് തിരിച്ചു വിളിക്കാം എന്ന് ചിന്തിച്ചാലും നമ്പർ തങ്ങൾക്ക് കാണാതറിയില്ല. ഓഫ് ചെയ്തു വച്ചിരിക്കുന്ന തങ്ങളുടെ ഫോണുകളിൽ അത്തരം നമ്പറുകൾ സേവ് ചെയ്തിട്ടുമില്ല. നാശം പിടിക്കാൻ. കിടാവ് പല്ലിറുമി. അപ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു. കോൾ മുറിക്കല്ലേ, ഞങ്ങൾക്ക് വാതിൽ തുറക്കാൻ കഴിയില്ല. അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് പറ. നിങ്ങൾ അടുക്കള വാതിലിൻ്റെ അടുത്തേക്ക് വാ. ഫ്രണ്ട് ഡോർ പോലീസ് സീൽ ചെയ്തിരിക്കുക. അത് പൊളിക്കുന്നത് ബുദ്ധിയല്ല. ശരി, ഞാൻ വരുന്നു. ശേഖരൻ അടുക്കളയിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ വാതിലിൻ്റെ പൂട്ട് പൊളിക്കുന്ന ശബ്ദം കേട്ടു. തുടർന്ന് വാതിൽ പാളി അല്പം തുറക്കപ്പെട്ടു. പുറത്തെ മങ്ങിയ നിലാവെളിച്ചത്തിൽ ശേഖരൻ കണ്ടു 2 പേർ അകത്തേക്ക് വരുന്നു. അവരുടെ തോളിൽ ആരോ കിടപ്പുണ്ട്. ശേഖരൻ ചെന്ന് വാതിലടച്ച് കൊളുത്തിട്ടു. പിന്നെ അകത്തേക്ക് വന്നവർക്കൊപ്പം നടുത്തളത്തിലെത്തി. തോളിൽ കിടന്നവരെ ഇരുവരും തറയിലേക്കിട്ടു. എന്നിട്ടും അവർ അനങ്ങിയില്ല. ശേഖര, ലൈറ്റൊന്നിട്, കിടാവ് നിർദ്ദേശിച്ചു. ശേഖരൻ ലൈറ്റിട്ടു. കിടാക്കന്മാർ വിജയഭാവത്തിൽ തറയിൽ കിടന്നവരെ നോക്കി. ചന്ദ്രകലയും പ്രജീഷും 2 പഴംതുണി കെട്ടുകൾ പോലെ. 3-4 തവണ മുഖത്ത് സ്പ്രേ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ മയക്കത്തില. പരിന്ത് റഷീദ് പറഞ്ഞു. എങ്കിൽ സമയം കളയണ്ട, ഇയാൾ വണ്ടിയുമായിട്ട് പോയിക്കോട്ടെ. ഈ കോവിലത്തിൻ്റെ മുറ്റത്ത് വണ്ടി കണ്ടാൽ കുഴപ്പമാ. ഡ്രൈവറെ നോക്കിക്കൊണ്ട് കിടാവ് തിരക്കപ്പെട്ടു. അപ്പോൾ ഞാനോ? പരിന്ത് റഷീദ് കിടാക്കന്മാരെ മാറി മാറി നോക്കി. നീ പോകണ്ട, നിന്നെക്കൊണ്ട് ഇവിടെ ചില ജോലികളുണ്ട്, ശ്രീനിവാസ കിടാവ് പറഞ്ഞു. ഡ്രൈവർ പോകുവാൻ തയ്യാറായി. പറഞ്ഞ പണം നിനക്ക് ബാംഗ്ലൂരിൽ കിട്ടും, അറിയാമല്ലോ. ആരെയാണ് കാണേണ്ടതെന്ന് പരിന്ത് റഷീദ് അയാളോട് സംസാരിച്ചു. ഡ്രൈവർ തലകുലുക്കി. പിന്നെ മറ്റുള്ളവരോട് യാത്ര പറഞ്ഞു. പെട്ടെന്നാണ് ശേഖരൻ തിരക്കിയത്. പുറത്തെ പൂട്ട് പൊളിച്ചിട്ടിരിക്കുകയല്ലേ, പോലീസോ മറ്റോ വന്ന് അത് കണ്ടുപിടിച്ചാൽ? പരിന്ത് നിസ്സാരഭാവത്തിൽ ചിരിച്ചു. തുറന്ന പൂട്ട് അതുപോലെ തന്നെ തിരിച്ചടയ്ക്കാനും എനിക്കറിയാം. അപ്പോൾ നീ എങ്ങനെ പിന്നെ അകത്തു വരും? ചോദിച്ചത് ശ്രീനിവാസ കിടാവാണ്. അതിനും വഴിയുണ്ടാക്കാം. പരിന്ത് കോവിലകത്തിൻ്റെ തട്ടിമ്പുറം ഭാഗത്തേക്ക് പോയി. മരഗോവണി കയറി തട്ടിമ്പുറത്തെ ഇരുളിൽ മറഞ്ഞു. കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ വഴി തന്നെ അയാൾ മടങ്ങിയെത്തി. പുറത്തെ താഴ് പഴയതുപോലെ പൂട്ടിയിട്ടുണ്ട്. കിടാക്കന്മാർ കൺമിഴിച്ചു. അതെങ്ങനെ? ഈ പരിന്തിനെ അറിയാത്തതായി ഒന്നുമില്ല സാറുമാരെ. പക്ഷേ നീ എങ്ങനെ പുറത്തിറങ്ങുകയും തിരികെ വരികയും ചെയ്തു? ശേഖരന് അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. തട്ടിമ്പുറത്ത് കയറി ഞാൻ ഓടിളക്കി. പുറത്ത് നിന്ന് നോക്കിയാൽ അങ്ങനെ ചെയ്തതായി അറിയാനേ കഴിയില്ല. അതുവഴി നിരങ്ങിയിറങ്ങുന്നത് പുറം ഭാഗത്തുള്ള തൊഴുത്തിനും കോവിലകത്തിൻ്റെ ഭിത്തിക്കും ഇടയ്ക്കാം. ആ വഴി തന്നെ തിരിച്ചും പോന്നു. കിടാക്കന്മാരുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. ഇനി കോവിലകത്തെ നിധിയെടുത്തിട്ട് ആ വഴി പുറത്തെത്തിക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം മാത്രം അടുക്കള വാതിൽ തുറന്ന് രക്ഷപ്പെടാം. ഇവിടെ എന്തോ നാറുന്നുണ്ടല്ലോ. പരിന്ത് ചുറ്റും നോക്കി. ഒരു ശവം. അത് നിലവറയ്ക്കുള്ളിലെ കല്ലറയിൽ ഇട്ടിരിക്കുക. പക്ഷേ കല്ലറയുടെ മൂടി സിമൻറ്റ് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതിനാണോ പാട്? പരിന്ത് കാര്യം ലഘൂകരിച്ചു. നമ്മളാരും ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ലല്ലോ. തൽക്കാലം സിമൻറ്റിന് പകരം മണ്ണ് കുഴിച്ചു വയ്ക്കാം. അതൊരു നല്ല ആശയമായി കിടാക്കന്മാർക്ക് തോന്നി. എങ്കിൽ ശരിക്ക് പുലരും മുമ്പ് നീ കുറച്ച് മണ്ണ് കുഴിച്ചു കൊണ്ടുവാ. പരിന്ത് കോവിലകത്തിൻ്റെ സ്റ്റോർ റൂമിൽ പോയി ഒരു ചാക്കെടുത്തു അതുമായി തട്ടിപ്പുറത്തേക്ക് കയറി. അതിനിടെ പറഞ്ഞു,
ഞാനിത് അടുക്കള വാതിൽ വഴി അകത്തെത്തിക്കാം. ഒരു തവണ കൂടി പുറത്ത് പൂട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണമെന്നല്ലേയുള്ളൂ. പറഞ്ഞ പ്രകാരം അടുക്കള വാതിൽ തുറന്ന് അരച്ചാക്കോളം മണ്ണ് അകത്തെത്തിക്കുകയും പുറത്തിറങ്ങി പഴയപടി താഴെ പൂട്ടുകയും ചെയ്ത ശേഷം പരുന്ത് തട്ടിപ്പുറം വഴി അകത്തെത്തി. നല്ല പശപ്പുള്ള മണ്ണ, ചിതൽപുറ്റിൽ നിന്ന് അടർത്തിയെടുത്തതാ. കല്ലറയിൽ മണ്ണ് തേക്കും മുൻപ് മറ്റൊരു ജോലിയുണ്ട്. കിടാവ് ചന്ദ്രകലയ്ക്കും പ്രജീഷിനും നേർക്ക് കൈ ചൂണ്ടി. ഇവരെ എവിടെ നിന്ന് മാറ്റണം? എവിടേക്ക് സാറേ? പരുന്ത് റഷീദ് ചന്ദ്രകലയെ കോരിയെടുത്ത് തോളിലിട്ടു. ഏറ്റവും സേഫായ ഒരു മുറിയിൽ, പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാത്ത ഭാഗത്ത്. അത്തരം മുറികൾ ധാരാളം ഉണ്ടായിരുന്നു കോവിലകത്ത്. പൊടിപിടിച്ച കിടക്കകളും മറ്റുമുള്ള മുറി. അവയിലൊന്നിൽ ചന്ദ്രകലയെ എത്തിച്ചു പരുന്ത്. പിന്നെ മെത്ത ഒന്ന് മറിച്ചിട്ട് അതിൽ കിടത്തി. പിന്നാലെ പ്രജീഷിനെയും കൊണ്ടുവന്നു. കട്ടിലിൻ്റെ തലക്കിലും കാൽക്കലുമായി ഇവരുടെ കൈക്കാലുകൾ കെട്ടിവയ്ക്കണം. കിടാവിൻ്റെ കൽപ്പന. പരുന്ത് സ്റ്റോർ റൂമിൽ പോയി കയറിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്നു. ശേഷം കട്ടിലിൻ്റെ കാൽക്കലെയും തലക്കിലെയും ക്രാസുകളിൽ പ്രജീഷിൻ്റെയും ചന്ദ്രകലയുടെയും കൈക്കാലുകൾ ചേർത്ത് കെട്ടി. പ്രജീഷ് ഒന്ന് ഞരങ്ങി. ഇവനൊക്കെ ഉണരണമെങ്കിൽ ഇനിയും കുറേ സമയമെടുക്കും. പരുന്ത് പിറുപിറുത്തു. ഉണരുമ്പോൾ നിലവിളിക്കരുതല്ലോ. ശേഖരൻ കുറച്ച് പഴംതുണികൾ എടുത്തുകൊണ്ടുവന്നു. പരുന്ത് അത് വാങ്ങി വലിച്ചു കീറി ചന്ദ്രകലയുടെയും പ്രജീഷിൻ്റെയും വായിൽ ചുരുട്ടിത്തിരുകി. നേരം പുലർന്നു. അപ്പോഴേക്കും ചിതൽ മണ്ണ് കുഴച്ച് കല്ലറയുടെ സ്ലാബിനടിയിൽ വായു കടക്കാത്ത വിധം തേച്ചു പിടിപ്പിച്ചിരുന്നു പരുന്ത് റഷീദ്. അതോടെ അവിടെ കെട്ടി നിന്നിരുന്ന വായുവിൽ കലർന്ന ദുർഗന്ധം ഇല്ലെന്നായി. കിടാക്കന്മാർ ആശ്വസ്തോടെ നിശ്വസിച്ചു. സമയം 10 മണി. കോവിലകത്തിൻ്റെ മുറ്റത്ത് വന്നിരുന്ന ബൊലോറയിൽ നിന്ന് CI അലിയാർ ഇറങ്ങി. അയാളും ഡ്രൈവറും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അലിയാർ ആദ്യം ചെക്ക് ചെയ്ത് പുറത്തെ വാട്ടർ പൈപ്പ് തുറന്നു നോക്കുകയാണ്. അതിൽ നിന്ന് വെള്ളം ചീറ്റി ഒഴുകി. അലിയാരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. താൻ മുഴുവൻ തുറന്നുവിട്ട ശേഷം ആരോ ടാങ്കിൽ വെള്ളം നിറച്ചിരിക്കുന്നു. അതിനർത്ഥം കോവിലകത്തിനുള്ളിൽ ആരോ ഉണ്ടെന്നല്ലേ. അലിയാരുടെ ഓരോ നീക്കവും ജനാലയുടെ നോക്കി നിൽക്കുകയായിരുന്നു കിടാക്കന്മാരും പരുന്ത് റഷീദും. അയാളുടെ അടുത്ത നീക്കമെന്ത്? അതറിയാനായി അവരുടെ ഹൃദയതാളം മുറുകി. അലിയാർ സെൽഫോൺ എടുക്കുന്നത് കിടാക്കന്മാരും പരുന്ത് റഷീദും കണ്ടു. ആ മുടിഞ്ഞവൻ പോലീസ് ഫോഴ്സിനെ വിളിക്കാൻ ഭാവിക്കുകയാ. ശ്രീനിവാസ കിടാവിൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. നമ്മൾ എങ്ങനെ രക്ഷപ്പെടും പരുന്തേ? പരുന്ത് റഷീദിൻ്റെ കണ്ണുകൾ കുറുകി. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതിനാൽ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലെന്ന് പോലീസ് തീർച്ചയാക്കും. അതിനാൽ അവർ ആ വാതിലുകൾ തുറന്ന് അകത്തേക്ക് വരും. പക്ഷേ അത്ര വേഗത്തിൽ അവർക്കതിന് കഴിയില്ല. പോലീസ് വരികയാണെങ്കിൽ നമ്മൾ അകത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്യും. പിന്നെ ഞാൻ പുറത്തേക്ക് പോയ വഴിയെ നമ്മൾ രക്ഷപ്പെടും. അത് കേട്ടപ്പോൾ ശേഖരന് ഇച്ഛാഭംഗമായി. നിധിയെടുക്കാൻ കഴിയാതെ ചന്ദ്രകലയെയും പ്രജീഷിനെയും കൊല്ലാതെ? അവരെ കൊല്ലുന്നത് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. നിധിയും നമ്മളെടുക്കും. നമ്മൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നെന്ന് ചന്ദ്രകലയുടെയും പ്രജീഷിൻ്റെയും ശവശരീരങ്ങൾ പോലീസിനോട് പറയില്ലല്ലോ. മാത്രമല്ല കോവിലകത്തുണ്ടായിരുന്നത് അവർ ഇരുവരും മാത്രമാണെന്ന് പോലീസ് കരുതിക്കൊള്ളുകയും ചെയ്യും. പരുന്തിൻ്റെ ആ അഭിപ്രായം കിടാക്കന്മാർക്ക് അനൽപമായ ആഹ്ലാദം പകർന്നു. അവരുടെ കണ്ണുകൾ CI അലിയാരിൽ തറഞ്ഞു. പോലീസ് ഫോഴ്സിനെ വിളിക്കുക തന്നെയായിരുന്നു അലിയാരുടെ ലക്ഷ്യം. എന്നാൽ പെട്ടെന്ന് അയാൾ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി. കാരണം അകത്തുള്ളത് ആരാണെങ്കിലും ശരി, വില്ലൻ പക്ഷത്തുള്ള ഒരു പ്രധാനി പുറത്താണ്. അകത്തുള്ളവർ കസ്റ്റഡിയിലായെന്നറിഞ്ഞാൽ പിന്നെ തനിക്ക് അയാളെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടിയെന്ന് വരില്ല. സെൽഫോൺ തിരികെ പോക്കറ്റിലിട്ടു അലിയാർ. ശേഷം ചെന്ന് ബൊലോറയിൽ കയറി. കോവിലകത്തിൻ്റെ മുറ്റത്ത് വട്ടം തിരിഞ്ഞ് അത് മടങ്ങിപ്പോയി. കിടാക്കന്മാർ ആശ്വാസത്തോടെ പരസ്പരം നോക്കി. ശ്രീനിവാസ കിടാവ് പരുന്തിന് നേർക്ക് തിരിഞ്ഞു. ഇനി നമുക്ക് സമയം കളയാനില്ല. എത്രയും വേഗം കല്ലറകൾ പൊളിക്കണം. അവയിലുള്ളതെല്ലാം വാരിയെടുക്കണം. എങ്കിൽ വാ സാറുമാരെ. പരുന്ത് തിരിഞ്ഞു നടന്നു. മുറിയിൽ ചാർജിൽ ഇട്ടിരുന്ന എമർജൻസി ലൈറ്റും എടുത്തുകൊണ്ട് കിടാക്കന്മാരും പിന്നാലെ പോയി. നിലവറയിലെ ദുർഗന്ധം കുറഞ്ഞിരുന്നു. പരുന്തിൻ്റെ ബുദ്ധിയാണ് സഹായകമായതെന്ന് കിടാക്കന്മാർ ഓർത്തു. നേരത്തെ അവർ പകുതി പൊളിച്ചു വെച്ചിരുന്ന കല്ലറയുടെ സ്ലാബ് നീക്കം ചെയ്യാനുള്ള പണി പരുന്ത് റഷീദ് ഏറ്റെടുത്തു. അരമണിക്കൂർ കൊണ്ട് സ്ലാബിൻ്റെ ചുറ്റുമുള്ള ഭാഗം അയാൾ കമ്പിപ്പാരയിൽ കുത്തിയിളക്കി. ശേഷം പാര പകുതിയോളം അകത്തേക്ക് കടത്തിയിട്ട് അടുത്ത അഗ്രം തൻ്റെ തോളിൽ ഉറപ്പിച്ചു. കിടാക്കന്മാർ കൂടി പാറയിൽ പിടിച്ചു. പൊക്കി വിട്ടോ സാറുമാരെ. പറഞ്ഞതും പരുന്ത് മുകളിലേക്ക് ഉയർന്നു. കല്ലറയുടെ മേൽമൂടിയായ കൽപ്പാളി അപ്പുറത്തേക്ക് നിരങ്ങി വീണു. അതൊരു ഭീകര ശബ്ദമായി നിലവറയെ വിറപ്പിച്ചു. വീഴ്ചയിൽ കൽപ്പാളി നടുവേ ഒടിഞ്ഞു. ശേഖരൻ ആർത്തിയോടെ എമർജൻസി ലാമ്പ് ഉയർത്തി കല്ലറയ്ക്കുള്ളിലേക്ക് നീട്ടി നോക്കി. മറ്റുള്ളവരും. അവരിൽ നിന്നൊരു ശബ്ദമുയർന്നു. കല്ലറയ്ക്കുള്ളിൽ നിധിയൊന്നും ഉണ്ടായിരുന്നില്ല. പകരം നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു അസ്ഥികൂടം. ഛേ! കിടാവ് തല കുടഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയായല്ലോ. സാരമില്ല ചേട്ടാ, ഈ കല്ലറകളിൽ ഏതിലൊക്കെയോ നിധിയുണ്ട്. നമ്മൾ ബാക്കി കൂടി പൊളിക്കും. ശേഖരൻ ആശ്വസിപ്പിച്ചു. പരുന്ത് റഷീദ് തൊട്ടടുത്ത കല്ലറയുടെ മൂടി ഇളക്കാനുള്ള പ്രയത്നം തുടങ്ങി. ഈ സമയത്ത് മുറിയിൽ കിടന്നിരുന്ന പ്രജീഷ് കണ്ണു തുറന്നു. താൻ എവിടെയാണെന്ന് ചുറ്റും ശ്രദ്ധിച്ചു. ഒരു നിമിഷം കൊണ്ട് മനസ്സിലായി വടക്കേ കോവിലകം. പെട്ടെന്ന് തൻ്റെ അരികിൽ കിടക്കുന്ന ചന്ദ്രകലയെയും അയാൾ കണ്ടു. പ്രജീഷ് എഴുന്നേൽക്കാൻ ഭാവിച്ചു. അപ്പോഴാണ് താൻ ബന്ധിതരാണെന്ന കാര്യം മനസ്സിലാകുന്നത്. മിന്നൽ പോലെ അയാളുടെ മനസ്സിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ വരുമ്പോഴത്തെ സംഭവം തെളിഞ്ഞു. പരുന്ത് റഷീദും മറ്റൊരാളും. ആര് പറഞ്ഞിട്ടാണ് അവർ തങ്ങളെ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നത്? കലേ, അയാൾ വിളിക്കാൻ ഭാവിച്ചു.
ആ നിമിഷം പറഞ്ഞു അതിന് കഴിയുന്നില്ല. തൻ്റെ വായിൽ എന്തോ തിരുകിയിരിക്കുന്നു. തലചരിച്ച് അയാൾ ചന്ദ്രകലയെ ശ്രദ്ധിച്ചു. അവളുടെ വായിലുമുണ്ട്. തുണിയാണ് തിരുകിയിരിക്കുന്നത്. അവളും ബദ്ധിതയാണ്. കൈകാലുകളിലെ കെട്ടുകൾ പൊട്ടിക്കാൻ ഒരു ശ്രമം നടത്തി പ്രജീഷ്. എത്ര ശ്രമിച്ചാലും കഴിയില്ലെന്നും ഉറപ്പായി. വായിലെ തുണി തുപ്പിക്കളയാനും നോക്കി. അതും പറ്റുന്നില്ല. അയാൾ കട്ടിലിൽ തലയിട്ടിടിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞു. വടക്കേ കോവിലകത്തിൻ്റെ നിലവറയിൽ പരുന്ത് റഷീദ് രണ്ടാമത്തെ കല്ലറയുടെയും സ്ലാബ് ഇളക്കി. അതിനുള്ളിലേക്കും ശേഖരൻ വെളിച്ചമടിച്ചു നോക്കി. ആഹ്ലാദകരമായ ഒരു ശബ്ദം കിടാക്കന്മാരിൽ നിന്നും പരുതിൽ നിന്നും ഉയർന്നു. അതിനുള്ളിൽ 4-5 വലിയ തുണിസഞ്ചികളായിരുന്നു. പട്ടുകൊണ്ട് ഉണ്ടാക്കിയ സഞ്ചികൾ. ഹാ! ആർത്തിയോടെ ശ്രീനിവാസ കിടാവ് കുനിഞ്ഞ് കല്ലറയ്ക്കുള്ളിലേക്ക് കൈനീട്ടി ഒരു സഞ്ചി എടുത്തു. പട്ടുതുണിയുടെ ഒരു നീളൻ പീസ് കൊണ്ട് അതിൻ്റെ മൂടി കെട്ടിയിരിക്കുകയായിരുന്നു. അഴിച്ചു നോക്കിക്കേ ചേട്ടാ. ശേഖരന് തിടുക്കമായി. കിടാവ് കെട്ടഴിച്ച് സഞ്ചിയുടെ മൂടി വിടർത്തി. ശേഖരൻ അതിലേക്ക് എമർജൻസി ലാമ്പിൻ്റെ വെളിച്ചം പിടിച്ചു. ഹോ! 3 കണ്ടങ്ങളിൽ നിന്നും ഒരേ സമയം ശബ്ദമുണ്ടായി. സഞ്ചിക്കുള്ളിൽ വർണ്ണ ബൾബുകളുടെ തിളക്കം. അവയുടെ പ്രതിഫലനം പല നിറത്തിലുള്ള മിന്നാമിനുങ്ങുകൾ കണക്കെ നിലവറയാകെ വ്യാപിച്ചു. ശേഖരൻ സഞ്ചിയിലേക്ക് കൈകടത്തി ഒരു പിടി രത്നങ്ങൾ വാരിയെടുത്തു. നിലവറയുടെ മച്ചു മുഴുവൻ നക്ഷത്രങ്ങൾ പറ്റിപ്പിടിച്ചതുപോലെ പ്രകാശത്തിൻ്റെ പ്രതിഫലനം. സാറേ, ഞാനും ഇതൊന്നും തൊട്ടു നോക്കിക്കോട്ടെ? പരുന്ത് റഷീദ് ആവേശത്തോടെ തിരക്കി. ശ്രീനിവാസക്കിടാവിൻ്റെ മുഖം മുറുകി. വേണ്ട, നിനക്ക് അർഹമായ വിഹിതം തരുന്നുണ്ട് ഞങ്ങൾ. ആ സമയത്ത് തൊട്ടു നോക്കിയാൽ മതി. പരുന്ത് വിളറി. മാത്രമല്ല, അയാളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ ഒരു ചിലന്തി പൊടുന്നനെ വലക്കെട്ടുവാൻ തുടങ്ങി. എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇവർ തനിക്ക് വിഹിതം തരുമെന്ന് എന്താ ഉറപ്പ്? മാത്രമല്ല, ആ നേരത്തെ തന്നെ ഇവർ കൊല്ലാനും മടിച്ചെന്ന് വരില്ല. സൂക്ഷിക്കണം. ആ ചിന്ത പരുന്ത് തൻ്റെ മനസ്സിൻ്റെ ഭിത്തിയിൽ കോറിയിട്ടു. ഇനിയുള്ള തൻ്റെ ഓരോ ചലനവും കരുതലോടെയായിരിക്കണം. കിടാക്കന്മാർ കല്ലറയിൽ നിന്ന് ബാക്കി സഞ്ചികൾ കൂടി എടുത്തു. എല്ലാത്തിനും രത്നങ്ങളായിരുന്നു. അതെല്ലാം ഒരു ഭാഗത്തേക്ക് ഭദ്രമായി മാറ്റിവെച്ചിട്ട് ശ്രീനിവാസ കിടാവ് കണക്കുകൂട്ടി. സഹസ്രകോടികളുടെ രത്നങ്ങളുണ്ട്. അയാൾ പരുന്തിന് നേർക്ക് തിരിഞ്ഞു. ബാക്കി കല്ലറകളും കൂടി പൊട്ടിക്കിടാ വേഗം. കഴിയുമെങ്കിൽ ഈ രാത്രി തന്നെ നമുക്കിവിടെ നിന്നും പോകണം. എത്ര വേഗത്തിൽ ഇവിടെ നിന്ന് പോകുന്നോ അത്രയും സമയം വരെയേ തനിക്ക് ആയുസ്സുണ്ടാകൂ എന്ന് പരുന്തിന് ഏതാണ്ട് തീർച്ചയായി. അതിനാൽ തന്നെ അയാൾ വൈമുഖ്യം പ്രകടിപ്പിച്ചു. സാർമാരെ, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. കുറച്ച് സമയം വിശ്രമിച്ചിട്ട്. പരുന്ത് പൂർത്തിയാക്കുവാൻ സമ്മതിച്ചില്ല കിടാക്കന്മാർ. വിശ്രമിക്കാനല്ലേ ഒരുപാട് സമയമുള്ളത്? ഒരെണ്ണം കൂടിയെങ്കിലും പൊളിക്കടാ. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി പരുന്ത് മറ്റൊരെണ്ണം കൂടി പൊളിച്ചു. എന്നാൽ അതിൽ മറ്റൊരു അസ്ഥികൂടമായിരുന്നു. തുടർന്ന് വേറൊരെണ്ണം. അതും ശവശരീരം അടക്കം ചെയ്തു തന്നെ. ഇനി എന്നെ കൊണ്ട് കഴിയത്തില്ല സാർമാരെ, കുറച്ച് വിശ്രമിക്കണം, പരുന്ത് തീർത്തു പറഞ്ഞു. അതൃപ്തിയോടെയെങ്കിലും കിടാക്കന്മാർ സമ്മതിച്ചു. രത്നം കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ അവർ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോയിരുന്നു. ശേഖരൻ കോവിലകത്തിൻ്റെ അടുക്കളയിലേക്ക് നടന്നു. ഉച്ചയോടുകൂടി നിലമ്പൂരിൽ വാർത്ത പരന്നു. TV ചാനലുകളിൽ ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു. ബലഭദ്രൻ തമ്പുരാൻ്റെ ഏകമകൾ ബാംഗ്ലൂരുവിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടു. തുടർന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ. ആൺ സുഹൃത്തുമൊത്ത് ബാംഗ്ലൂരിലെ ലാൽബാഗ് പാർക്കിൽ ഇരിക്കുമ്പോൾ അജ്ഞാതൻ തീ വയ്ക്കുകയായിരുന്നു. വാർത്തയറിഞ്ഞവർ അമ്പരന്ന് മൂക്കത്ത് വിരൽ വെച്ചു. തമ്പുരാൻ്റെ മോളോ? അതും ആൺ സുഹൃത്തുമായിട്ട്? തമ്പുരാനോട് വിധേയത്വം ഉള്ളവർക്ക് പോലും ഈ സംഭവം നീരസമുണ്ടാക്കി. കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തുമാകാമല്ലോ. അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ അറിയാം ആണിൻ്റെയും പെണ്ണിൻ്റെയും പേക്കൂത്തുകൾ. എന്തിന്, വലിയവർക്ക് എന്തുമാകാമല്ലോ. വലിയ വലിയ നേതാക്കന്മാർ വരെ Z കാറ്റഗറിയിൽ കൂട്ടുകാരികളുമായിട്ട് ഇവിടെ വന്ന് ഉല്ലസിച്ചിട്ട് പോകാറില്ലേ? വ്യഭിചാരത്തിന് കൂട്ടുകാരി എന്ന പേരും ചിലർ പുച്ഛിച്ചു. വേറെ ചിലർ പറഞ്ഞു, ഏതായാലും വടക്കേ കോവിലകം ശാപം കിട്ടിയ ഒന്ന് തന്നെയാ. ആദ്യം രാമഭദ്രൻ തമ്പുരാനും വസുന്ധര തമ്പുരാട്ടിയും, പിന്നെ പാഞ്ചാലി മോള്, പിന്നെ അനന്തഭദ്രൻ തമ്പുരാൻ, ഇപ്പോഴിതാ ബലഭദ്രൻ തമ്പുരാൻ്റെ മകൾ. തായ് വഴികളിലുള്ളവർ പോലും ഗുണം പിടിച്ചിട്ടില്ലെന്നാ പറയാറ്. പണ്ടുകാലത്ത് ഒരുപാട് പേരെ കൊന്നും പിടിച്ചടക്കുകയും കഴിഞ്ഞിരുന്നവരല്ലേ. ഒക്കേക്കും ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുമോ? കാലം കാത്തുവച്ചിരുന്ന വിധിയാകാം ഈ തലമുറയ്ക്ക്. അങ്ങനെ ജനങ്ങളുടെ അഭിപ്രായം പല തരത്തിലായി. വിവരം അറിഞ്ഞപ്പോൾ തന്നെ CI അലിയാർ ബലഭദ്രൻ തമ്പുരാനെ വിളിച്ചു. വിധിയെന്ന് കരുതി ഒരിക്കലും സമാധാനിക്കില്ല അലിയാരെ ഞാൻ. ആ അവസ്ഥയിലും തമ്പുരാൻ്റെ ശബ്ദം തീത്തുപ്പി. എൻ്റെ മോളെ കത്തിച്ചത് അവനാ, പ്രജീഷ്. അലിയാർക്ക് അത് പുതിയ അറിവായിരുന്നു. ശരിക്കും? തമ്പുരാൻ അക്കാര്യത്തിൽ ഉറപ്പുണ്ടോ? അലിയാറിലെ അവിശ്വസനീയത മാറുന്നില്ല. അതെ, ഞാൻ കണ്ടു. CCTVയിൽ അവൻ്റെ വ്യക്തമായ മുഖം പോലീസുകാർ എനിക്ക് കാട്ടിത്തന്നു. ബലഭദ്രൻ്റെ ശബ്ദം കനത്തു. ഇനി ഞാൻ ഉറങ്ങില്ല അലിയാരെ, പ്രജീഷിനെ കിട്ടും വരെ. നാളെ പുലർച്ചയോടെ ബോഡിയുമായി ഞങ്ങൾ എത്തും. നാളെ തന്നെ സംസ്കാരവും നടത്തും. ബലഭദ്രൻ കാൾ മുറിച്ചു. അല്പനേരം അനങ്ങാതെ ഇരുന്നു പോയി CI അലിയാർ. പ്രജീഷ് എന്തിന് ബാംഗ്ലൂരിൽ പോയി തമ്പുരാൻ്റെ മകളെ കൊന്നെന്ന് മാത്രം അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി വരുന്ന 2-3 ദിവസങ്ങൾ നിർണായകമാണെന്ന് തോന്നി അലിയാർക്ക്. ദുരൂഹതകൾ നിറഞ്ഞ വടക്കേ കോവിലകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാറായി. അപ്പോഴും SP ഷാജഹാൻ്റെ വാക്കുകൾ അയാളുടെ കാതുകളിൽ ഉണ്ടായിരുന്നു. പാഞ്ചാലിക്ക് നീതി കിട്ടണം. പെട്ടെന്ന് അലിയാരുടെ സെൽഫോൺ ശബ്ദിച്ചു. അതെടുത്ത് നോക്കിയ അയാളുടെ കണ്ണുകൾ വികസിച്ചു. വേഗം കോളെടുത്തു. പറഞ്ഞോ. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. കോവിലകത്ത് കൊല്ലപ്പെട്ടത് അണലി അക്ബർ തന്നെ. അയാളുടെ അമ്മയുടെ സാമ്പിളുമായി
യോജിക്കുന്നുണ്ട്. പിന്നെ താങ്കൾ പരിശോധനയ്ക്ക് അയച്ച ഡയമണ്ട് ഏതാണ്ട് 500-ലധികം വർഷത്തെ പഴക്കം വരും അതിന്. അലിയാരുടെ കണ്ണുകളിൽ അത്ഭുതം തിങ്ങി. അതിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ 1 lakh. അലിയാരുടെ ഉടലിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. ആ കല്ലറയിൽ നിന്ന് അപ്പോൾ എത്രയോ കോടികളുടെ ഡയമണ്ട്സ് കടത്തിക്കൊണ്ട് പോയിരിക്കും. താങ്ക്സ്, ഞാൻ പിന്നെ വിളിക്കാം. അലിയാർ കോൾ കട്ട് ചെയ്തിട്ട് ബസർ അമർത്തി. ഹാഫ് ഡോർ പകുതി തുറന്ന് ഒരു കോൺസ്റ്റബിൾ തലനീട്ടി. സാർ. സുകേഷിനെ വിളിക്കാൻ അലിയാർ കോൺസ്റ്റബിളിനെ ചുമതലപ്പെടുത്തി. അരമിനിറ്റിനുള്ളിൽ SI സുകേഷ് CIക്ക് മുന്നിലെത്തി. സാർ. സുകേഷേ, ഇപ്പോൾ തന്നെ 4 പേരെ വടക്കേ കോവിലകത്ത് മഫ്റ്റിയിൽ ഡ്യൂട്ടിക്കിട്. അവിടെ നിന്ന് ഏത് വഴിയും ആരെങ്കിലും പുറത്തു പോയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കണം. അകത്തു നിന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചാൽ കാണാത്ത രൂപത്തിലായിരിക്കണം അവർ നിൽക്കേണ്ടത്. രാവും പകലും ആൾ വേണം. യെസ് സാർ. സുകേഷ് ക്യാബിൻ വിട്ടു. അലിയാർ സംതൃപ്തിയോടെ മീശയിലൊന്ന് തടവി. പിന്നെ കൈവിരലുകൾ പരസ്പരം കോർത്തു മടക്കി. മരക്കൊമ്പ് ഒടിയുന്നതുപോലെ ഞൊട്ടകൾ കേട്ടു. വടക്കേ കോവിലകം സന്ധ്യ മയങ്ങി. ചെറിയൊരു ആലസ്യത്തിലായിരുന്നു കിടാക്കന്മാരും പരിന്ത് റഷീദും. ശ്രീനിവാസ കിടാവ് പെട്ടെന്നുണർന്ന് മറ്റുള്ളവരെ വിളിച്ചുണർത്തി. മതിയുറങ്ങിയത്, ബാക്കി കല്ലറകൾ കൂടി പൊളിക്കണം. പരിന്ത് റഷീദ് കിച്ചണിൽ പോയി ബ്ലാക്ക് കോഫി തയ്യാറാക്കി. മൂവരും കുടിച്ചു. ശേഷം ചാർജിലിട്ടിരുന്ന എമർജൻസി ലാമ്പുമായി നിലവറയിലേക്ക് നടക്കാൻ ഭാവിച്ചു. പെട്ടെന്നാണ് ശേഖരൻ തിരക്കിയത്. ചേട്ടാ, ചന്ദ്രകലയും പ്രജീഷും അവർ എന്തിയെന്ന് നോക്കണ്ടേ? കിടാവും അപ്പോഴാണ് ഓർത്തത്. വാ, ഒന്ന് നോക്കിയേക്കാം. ഇന്ന് തന്നെ അവരുടെ വിചാരണയും ശിക്ഷയും നടപ്പാക്കണം. പിന്നെ നിലവറയിലെ കല്ലറകളിൽ അന്ത്യവിശ്രമം. കിടാവ് ക്രൂരമായി ചിരിച്ചു. മൂവരും ചന്ദ്രകലയെയും പ്രജീഷിനെയും തടവിലാക്കിയ മുറിയിലെത്തി. ഭിത്തിയിലെ സ്വിച്ചിട്ട് ലൈറ്റ് തെളിച്ചു. ചന്ദ്രകലയും പ്രജീഷും ഉണർന്നു കിടക്കുകയായിരുന്നു. കിടാക്കന്മാരെ മുന്നിൽ കണ്ട് ഇരുവരും എഴുന്നേൽക്കാൻ ഭാവിച്ചു. കൈക്കാലുകൾ ബന്ധിച്ചതിനാൽ കഴിഞ്ഞില്ല. എന്തോ പറയാൻ എന്ന ഭാവത്തിൽ അവർ തല കുടഞ്ഞു. പരിന്തേ, അവരുടെ അണ്ണാക്കിന്ന് ആ തുണിയെ അങ്ങ് മാറ്റിക്കേ. പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുന്നത് സാമാന്യ മര്യാദ, ശ്രീനിവാസ കിടാവ് നിർദ്ദേശിച്ചു. പരിന്ത് അപ്രകാരം ചെയ്തു. സാറേ, ചന്ദ്രകലയാണ് ആദ്യം നാവനക്കിയത്. ഒന്നിച്ച് നിന്നിട്ട് ഞങ്ങളോട് ഈ ചതി വേണമായിരുന്നോ? വിഷമവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി അവൾക്ക്. കിടാവ് ഒന്ന് ചിരിച്ചു. ചതിയല്ലടി, തന്ത്രം. തൊലിവെളുപ്പുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിന്നെ ഞങ്ങൾ രാമഭദ്രൻ തമ്പുരാനുമായി അടുപ്പിച്ചത്. അല്ലെങ്കിൽ 4 അണയ്ക്ക് 4 പേർക്കും ശരീരം വിറ്റ് നടന്ന നിനക്കെങ്ങനെ ഒരു രാജയോഗം ഉണ്ടാകുമായിരുന്നോടി? മുഖത്തേക്ക് മീൻവെള്ളം വീണതുപോലെ പിടഞ്ഞുപോയി ചന്ദ്രകല. ബാക്കി പറഞ്ഞത് ശേഖരൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നീ തമ്പുരാട്ടിയായി സ്വയം അങ്ങ് അവരോധിച്ചു. എല്ലാം കൂടി ഒറ്റയ്ക്ക് അങ്ങ് വിഴങ്ങാൻ. ഒരിക്കൽ നിനക്ക് മാമാപ്പണി ചെയ്തിരുന്ന ഈ പ്രജീഷിനെ കൂട്ടുപിടിച്ചു. ഏതറ്റം വരെ നീയൊക്കെ പോകും എന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ. സാറേ, അസ്വസ്ഥതയോടെ പ്രജീഷ് വിളിച്ചു. ആ ശബ്ദത്തിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്താടാ? ശേഖരൻ പുച്ഛത്തിൽ പ്രജീഷിന് നേർക്ക് കണ്ണയച്ചു. മാർക്കറ്റ് വാല്യൂവിൻ്റെ പകുതി വിലയ്ക്കാണ് ഞങ്ങൾ എല്ലാം നിങ്ങൾക്ക് കരാറാക്കിയത്. എന്നിട്ടും തന്ന 10 കോടി കള്ളനോട്ട്. പിന്നാലെ ഞങ്ങളെ കൊല്ലാൻ ആളിനെയും വിട്ടു. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഒന്ന് ഇപ്പോഴും ഓർത്താൽ നന്ന്. പിടിക്കപ്പെട്ടാൽ നമ്മളെല്ലാം ഒന്നിച്ചകത്താം. കൊച്ചിയിൽ പൊളിക്കാൻ പോകുന്ന നിങ്ങളുടെ ഫ്ലാറ്റിനേക്കാൾ കഷ്ടമാകും ഇനിയുള്ള ജീവിതം. ശേഖരൻ മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ ശ്രീനിവാസ കിടാവ് കൈ ഉയർത്തി. ശേഷം സംസാരിച്ചു. നമ്മളെല്ലാം ഒന്നിച്ച് ജയിലിൽ പോകത്തില്ല പ്രജീഷേ. ഇക്കണ്ട കാലം നടന്നതൊന്നും നിങ്ങൾ 2 പേരും ആരോട് പറയാൻ പോകുന്നുമില്ല. നീയൊക്കെ കാരണം ഇപ്പോൾ ഞങ്ങൾക്കും ഒളിവിൽ കഴിയേണ്ടി വന്നിരിക്കുന്നു. സാരമില്ല, നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കെതിരെ ആരും മൊഴി കൊടുക്കും? സാറേ, പാമ്പ് ചീറ്റുപോലെ ചന്ദ്രകല വിളിച്ചു. അതേടി, നിന്നെയൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് കൊല്ലാൻ തന്നെയാ. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തീർന്നാൽ അടുത്ത നിമിഷം നിൻ്റെയൊക്കെ ശരീരങ്ങൾ കോവിലകത്തിൻ്റെ നടുത്തളത്തിലെ ഉത്തരത്തിൽ തൂങ്ങിക്കിടക്കും. CI അലിയാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാവും അത്. പ്രജീഷിന് അസ്വസ്ഥത പെരുകി. കൊല്ലുന്നെങ്കിൽ ഇപ്പം തന്നെ താനങ്ങ് കൊന്നോ, അല്ലെങ്കിൽ അഴിച്ചുവിട്. ഞങ്ങൾക്ക് ബാത്റൂമെങ്കിലും ഒന്ന് പോകണം. കിടാവ് കണ്ണുകൊണ്ട് അനുജന് ഒരടയാളം നൽകി. അയാൾ മുന്നോട്ട് നീങ്ങി. ആ മുറി മുഴുവൻ പരിശോധിച്ചു. ആ മുറിയോട് ചേർന്ന് ഒരു ബാത്റൂം നിർമ്മിച്ചിരുന്നു. നടുത്തളത്തിലേക്കുള്ള ഒറ്റവാതിൽ വഴിയല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ശേഖരൻ ചേട്ടനെ നോക്കി തലയാട്ടി. കിടാവ് പെട്ടെന്ന് ഇടുപ്പിൽ നിന്നൊരു പിസ്റ്റൾ വലിച്ചെടുത്തു. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പിന്നെ നീയൊന്നുമില്ല. അയാൾ പരിന്തിന് നേർക്ക് തിരിഞ്ഞു. ഇവരുടെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കടാ. പരിന്ത് ചന്ദ്രകലയുടെയും പ്രജീഷിൻ്റെയും ബാഗുകൾ തുറന്ന് തറയിലേക്ക് ചരിച്ചു. കുറച്ച് വസ്ത്രങ്ങൾ, പണം, പഴയ സെൽഫോൺ എന്നിവ താഴെ വീണു. ശേഖരൻ കുഞ്ഞിന് ആ ഫോൺ എടുത്തു. തങ്ങളെ ആക്രമിക്കുവാൻ പറ്റിയതൊന്നും ആ മുറിക്കുള്ളിൽ ഇല്ലെന്നും ഉറപ്പാക്കി. തുടർന്ന് കിടാവിൻ്റെ നിർദ്ദേശാനുസരണം പരിന്ത് ഇരുവരുടെയും കെട്ടുകൾ അഴിച്ചു. ആശ്വാസത്തോടെ ചന്ദ്രകലയും പ്രജീഷും എഴുന്നേറ്റു. സാറേ, കുടിക്കാനിത്തിരി വെള്ളമെങ്കിലും തന്നാട്ടെ. ചന്ദ്രകല ഉണങ്ങിയ നാവ് നീട്ടി ചുണ്ടിൽ പരതി. വേണ്ട വേണ്ട, വെള്ളമൊന്നും കുടിക്കണ്ട. ഏതായാലും അധിക നേരത്തെ ആയുസ്സൊന്നും നിങ്ങൾക്ക് അവശേഷിക്കുന്നില്ല. അത്രയും കൂടി നരകിക്കുന്നത് നല്ലതാ. കിടാവ് ചിരിച്ചു. ശേഷം മൂവരും പുറത്തിറങ്ങി. വേഗം വാതിലടച്ച് പുറത്തുനിന്ന് ഓടാമ്പൽ വലിച്ചിട്ടു. ഇനി സമയം കളയണ്ട. ബാക്കി നിധി കൂടി എടുക്കുവാൻ കിടാക്കന്മാർക്ക് തിടുക്കമായി. അപ്പോഴാണ് കിച്ചണിൽ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് ശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പരിന്തേ, അതങ്ങ് ഓഫ് ചെയ്തേര്. പിറുപ്പുറത്തുകൊണ്ട് പരിന്ത് കിച്ചണിലേക്ക് പോയി. അവൻ കേൾക്കാത്ത ശബ്ദത്തിൽ ശേഖരൻ ചേട്ടനോട് ചോദിച്ചു. പരിന്തിനെ എന്ത് ചെയ്യണം?
വീതം കൊടുത്ത് പറഞ്ഞു വിട്ടാൽ അപകടമല്ലേ? അവൻ ഡയമണ്ടും കൊണ്ട് എവിടെയെങ്കിലും ചെല്ലും, പോലീസും പിടിക്കും. അവനിൽ നിന്ന് നമ്മളാണ് ഇതെല്ലാം അപഹരിച്ചതെന്ന് പുറം ലോകമാകെ അറിയുകയും ചെയ്യും. ശേഖരക്കിടാവ് ശ്രീനിവാസക്കിടാവിനെ നോക്കി. അതിന് അവന് വീതം കൊടുക്കുന്നെന്ന് ആര് പറഞ്ഞു? ചന്ദ്രകലയ്ക്കും പ്രജീഷിനുമൊപ്പം അവനും യാത്രയാകും പരലോകത്തേക്ക്. കിടാവ് അടക്കി ചിരിച്ചു. എന്നാൽ കിച്ചണിലേക്ക് പോയ പരുന്ത് ഈ പറഞ്ഞത് മറന്നു നിന്ന് കേട്ടു. നടുത്തളത്തിലെ അങ്ങേ തിരിവിൽ കാത്തു നിന്നിരുന്നു അയാൾ. ഇവർ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ തന്നെ. തൻ്റെ കണക്കുകൂട്ടൽ എത്ര ശരിയായിരുന്നെന്ന് പരുന്ത് ഓർത്തു. ഇനി എന്ത് വേണമെന്ന് തനിക്കറിയാം. ആ ചിന്തയോടെ അയാൾ കിച്ചണിലെത്തി. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്തു ലൈറ്റും ഓഫ് ചെയ്തു. നിലവറ. വളരെ സാവധാനത്തിലാണ് പരുന്ത് അത് പൊളിക്കാനുള്ള ശ്രമം നടത്തിയത്. കിടാക്കന്മാരുടെ നെറ്റി ചുളിഞ്ഞു. എന്താണ് ഇങ്ങനെ? നിന്റെ ഉശിരൊക്കെ പോയോ? നാളെ നേരം വെളുക്കുമ്പോൾ നീ കോടീശ്വരനാ, അത് മറക്കണ്ട, ശേഖരൻ പറഞ്ഞു. എന്ത് പറയാനാ സാറേ? ദാ എൻ്റെ കൈ കണ്ടോ? ഇരുമ്പ് വാര പിടിച്ച് അങ്ങിങ്ങ് പൊട്ടിയിരിക്കുക. അയാൾ തൻ്റെ കൈ വിടർത്തി കാണിച്ചു. തൻ്റെ സഹായമില്ലാതെ ഇവർക്ക് കല്ലറ പൊളിക്കുവാൻ കഴിയില്ലെന്ന് പരുന്തിനറിയാം. അതുകൊണ്ട് ഈ ജോലി കഴിയുന്നത്ര ദീർഘിപ്പിക്കുവാനായിരുന്നു പരുന്തിൻ്റെ തീരുമാനം. കിട്ടിയ രത്നങ്ങളുമായി രക്ഷപ്പെട്ടാലോ എന്ന് പോലും അയാൾ ചിന്തിച്ചു. പക്ഷേ അത് കിടാക്കന്മാർ തങ്ങളുടെ തലയിണയ്ക്ക് അടിയിലാണിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവരെ കൊല്ലണം. പൊടുന്നനെ അങ്ങനെയൊരു ചിന്ത പരുന്തിനുണ്ടായി. കഥ തുടരും.